ഭഗവാനെ നിന്ദിച്ചു, ഈ ദക്ഷൻ നിന്ദിച്ചു. അപ്പൊ ആ നിന്ദിക്കുക കാരണമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ സംശയപ്പം ചോദിച്ചു, അങ്ങനെയൊക്കെ ഇപ്പൊ ആ നിന്ദിക്കൂ, എന്താ ഇപ്പൊ ഇങ്ങനെ നിന്ദിക്കാനൊക്കെ കാരണം? ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷമകരോൽക്കസ്മാൽ അനാദൃത്യാത്മജാം സതീം. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ഒരു അവനവന്റെ മകളെ കൊടുത്ത് തീക്കിലിക്കാന്ന് കണക്കാക്കാണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെയല്ലേ പതിവ്. എന്താ ഇപ്പൊ ഇത് ഉണ്ടായത് ചോദിച്ചു. ഭവേ ശീലവതാം ശ്രേഷ്ഠേ, ഭഗവാൻ ശ്രീ പരമേശ്വരനെ പോലെ മഹിമയുള്ളൊരു മഹാമൂർത്തി ആരുണ്ട്? അങ്ങനെയുള്ള ആ ഭഗവാന്റെ നേരെയാണ് ദക്ഷോ ദുഹിതൃവത്സല. മകളോട് സ്നേഹമുണ്ടേ ദക്ഷന്. മകളോട് സ്നേഹം വെച്ചാൽ മകളെ കൊടുത്ത തീക്കിലേക്കൊക്കെ ഒരു ബഹുമാനം വേണ്ടേ? അതില്ലാതെ കണ്ട് വിദ്വേഷമകരോൽ കസ്മാൽ. എന്തിനെ പിന്നെ ഇങ്ങോട്ട് പക വെച്ച് കൊണ്ടുപോകുന്നത്? കസ്മാത് എന്തേ കാരണം? അനാദൃത്യ ആത്മജം സതീം. തന്റെ മകളെ കണക്കാക്കാതെ അങ്ങനെ ചെയ്തത് അയക്കങ്ങ് തോന്നുകയാണേ. കസ്തം ജരാചര ഗുരു ചാര ഈ ഭഗവാനെ നിന്ദിക്കുക ഇല്ലേ? അത്ഭുതമാണ് ആ കസ്തം എന്നുള്ള ചോദ്യത്തിലേ. ആരും ചെയ്യാൻ മെനക്കെടില്ലേ? നൃപ്പത്തിന് പുറപ്പെട്ടുല്ലോ ഈ ദക്ഷൻ. തന്നെ അന്തല്യയുടെ കലശല അതല്ലേ ആത്മാരാമം. ഭഗവാന്റെ സ്വരൂപ പറയുന്നത് നിർവൈരം ശാന്തവിഗ്രഹം. ഒരാളോടൊരു വൈരല്യ, ശാന്താണ് ഇവിടത്തെ ഭാവം. ആത്മാരാമം, ആത്മാരാമനാണേ. ആത്മാരാമൻ ചെൽ വേറെ ഒന്നുമില്ലല്ല അദ്ദേഹത്തിന്. അദ്ദേഹം ആത്മസ്വരൂപനാണ്. ഇനിയും അതിലാണ് അദ്ദേഹത്തിന്റെ ഭാവം കിടക്കുന്നതും. കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹൽ. പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനെ. എന്നിട്ട് അദ്ദേഹത്തെ നിന്ദിച്ചുല്ലോ. എനിക്കത് അങ്ങോട്ട് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഈ നമ്മുടെ പരീക്ഷിത്ത് പറഞ്ഞ്. അപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഉണ്ട്. അത് പിന്നെ നിന്ദിക്കപ്പോ എപ്പോഴാന്ന് ചോദിച്ചാലേ, അത് അഹന്ത ഇങ്ങോട്ട് കലശലായാൽ എന്താ നിശ്ചണ്ടാവില്ല, എന്ത് ചെയ്യാൻ പഠിക്കില്ല. അങ്ങനെയുണ്ടല്ലോ. അതപ്പോ ഉണ്ടായത് ഇവിടെ. ഒന്നൊക്കെ അതൊന്ന് വിസ്തരിച്ച് കേൾക്കണം കേട്ടോ. കേട്ടോളൂ. അത് പണ്ട് പറയാൻ തുടങ്ങി. പണ്ട് വിശ്വസൃജാം സത്രേ പ്രജാപതിമാര് ഒരു സത്രം ഇങ്ങോട്ട് തുടങ്ങി. സത്രം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറെ കാലം നീണ്ടു നിൽക്കണ യജ്ഞപരിപാടിയാണ്. അപ്പൊ ആ വിശ്വസൃജാം സത്രേ സമേത പരമഋഷയ. എല്ലാ ദേവതമാരും ദേവന്മാരും ഋഷിമാരും മഹാത്മാക്കളും സകലരും ഇങ്ങനെ യോഗം ചേർന്ന് മഹാകേമാണ് ഈ സഭ. മഹർഷിമാരുടെ ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് കേമായിട്ട് ഈ യാഗയജ്ഞ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ എന്തുണ്ട്? അപ്പോഴേക്ക് എല്ലാ ദേവതമാരും ഇരിക്കണതിന്റെ കൂടെ ആരുണ്ട്? ഭഗവാൻ ശ്രീ പരമേശ്വരനുണ്ട്, ബ്രഹ്മദേവനുണ്ട്, ഇന്ദ്രാദി ദേവന്മാരുണ്ട്, ഇവരൊക്കെയുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വന്നത് നമ്മുടെ ഈ ദക്ഷൻ ഇങ്ങോട്ട് കയറി വന്നു. ആ സഭയിലേക്ക് കയറി വന്നേ. ദക്ഷൻ ഈ സഭയിലേക്ക് കയറി വന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ ഇങ്ങോട്ട് തൊഴുതു. ദക്ഷൻ മഹാകേമനാണല്ലോ. അപ്പൊ എല്ലാവരും എണ്ണീട്ടൊന്ന് തൊഴുതു. രണ്ടാള് മാത്രം എണ്ണീട്ടില്ല. എണീക്കാണ്ടിരുന്നാരാന്ന് വെച്ചിട്ടുണ്ടോ? ഒന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ എണീട്ടില്ല. പിന്നെ രണ്ടാമത് ഭഗവാൻ ശ്രീ പരമേശ്വരനും എണീട്ടില്ല. ബ്രഹ്മാവ് പിന്നെ എണീക്കാണ്ടിരിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ ദക്ഷന്റെ അച്ഛനാണല്ലോ എന്ന് കണക്കാക്കിയിട്ടാണ് എണീക്കാണ്ടിരുന്നത്. അദ്ദേഹം എണീട്ടാ തിരക്കടില്ല എന്നൊക്കെ ആർക്കുണ്ട്? ദക്ഷനുണ്ട്. പക്ഷെ അദ്ദേഹം എണീട്ടില്ല. അത് സഹിച്ചു. പിന്നെ എന്താ വെച്ചാൽ ആരല്ല കാരണവരല്ലേ അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ അത്രയൊക്കെ നന്നാവുള്ളൂ. ഇപ്പൊ പറഞ്ഞ് എണീപ്പിക്കാനൊന്നും പറ്റില്ല. അവ ഇരുന്നോട്ടെ, ക്ഷമിച്ചു. മറ്റേത് സഹിച്ചില്ല. ഏത് മകളെ കൊടുത്തയാളല്ലേ, അപ്പൊ എന്തായാലും പറ്റില്ല. ഭഗവാൻ നീട്ടില്ല. അതങ്ങോട്ട് അസഹ്യമായിട്ട് വന്നപ്പം ദക്ഷൻ എന്തേ ചെയ്തു വെച്ചാല് ഭഗവാന്റെ ഈ ശ്രീപരമേശ്വര ഭഗവാന്റെ ഒരു തന്നെ ബഹുമാനിച്ചില്ല എന്നൊരു തോന്നല് വന്നപ്പം അല്ലാതെ മുഷിഞ്ഞു. ബ്രഹ്മാവിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഹേയ്, അങ്ങ് ഒരാള് പറയുകൊണ്ടാ ഞാൻ എന്റെ മകളെ അപ്പൊ വാക്ക് പറയാൻ പറ്റില്ല മൈക്കിൽ കൂടി, അതൊന്നും പറയില്ല. കൊടുത്തത് വെച്ചാൽ ഞാൻ കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ കുറെ മുഷിഞ്ഞു. ബ്രഹ്മാവ് മിണ്ടിയില്ല. ബ്രഹ്മാവിന് പിന്നെ കുട്ടിക്കാലം മുതലേ എന്റെ സ്വഭാവം അറിയണ്ട. അദ്ദേഹം മിണ്ടിയില്ല. ഇവിടുത്തെ മുറ്റത്ത് വളർന്ന ഉണ്ണിയല്ലേ, അപ്പൊ അതുകൊണ്ട് മിണ്ടിയില്ല സമ്പ്രദായം അറിയാം. ഭഗവാൻ പിന്നെ ശ്രീ പരമേശ്വര ഭഗവാന്റെ നേരെ നോക്കിയിട്ട് കുറെ അങ്ങോട്ട് പറഞ്ഞു. ദക്ഷൻ മഹാമോശമായിട്ട്. അതൊന്നും മൈക്കിൽ കൂടി പറയാൻ കൊള്ളില്ല. ഓഫ് ചെയ്ത് പറയേ. അതൊന്നും മോശമാണ്. അതൊന്നും മര്യാദക്കാർക്ക് പറയാനും കൊള്ളില്ല, മര്യാദക്കാർക്ക് കേൾക്കാനും കൊള്ളില്ല. ആ ജാതി വർത്തമാനം മോശാണേ. അത് പണ്ട് കോടതിയിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടായപ്പം ഈ വക്കീല് പറഞ്ഞു, പ്രതി എന്റെ കക്ഷിയോട് പറഞ്ഞ വർത്തമാനം മാന്യന്മാര് കേൾക്കാൻ പറയാൻ കൊള്ളില്ല എന്നും പറഞ്ഞു. ഇപ്പൊ ജഡ്ജി പറഞ്ഞു, എന്റെ ചവിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ എന്നുവെച്ചാൽ അർത്ഥം എന്താന്ന് മനസ്സിലാവണില്ലേ? പഞ്ചാതി വർത്തമാനാണ് ആര് പറഞ്ഞത്? ഈ ദക്ഷൻ അങ്ങോട്ട് കുറെ. പക്ഷെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വന്നപ്പോഴുള്ള ആ ഭാവല്യ പ്രസന്നവദനം, ആ പ്രസന്നമായ ഭാവത്തിൽ അങ്ങനെ ഇരുന്ന് ഒന്നും മിണ്ടിയില്ല. എന്താ വെച്ചാൽ ദക്ഷൻ ഇങ്ങനെ പറയണ്ടേ. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ആന പോകുമ്പം നായ കുരയ്ക്കും, കണ്ടിട്ടുണ്ടോ?
അമ്പലത്തേക്ക് ആന ഇങ്ങനെ വരുമല്ലോ. ആന വരുമ്പോ അപ്പുറത്തേക്കുള്ള വീട്ടിലെ നായ ബഹു 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 അങ്ങനെ കുരയ്ക്കും. ആന കുരയ്ക്കുന്നത് കേട്ടിട്ടുണ്ടാവും ഉണ്ടാ? അല്ലേ, ഒന്ന് കേൾക്കാനാണേ. ഇല്ല, ആന കുരയ്ക്കില്ല. ആരെ കുരയ്ക്കുള്ളൂ? നായയെ കുരയ്ക്കുള്ളൂ. ആന ഇനിയിപ്പോ ഏത് നായ കുരച്ചാലും ആന ഒരാളെയും നോക്കൂല, നായയെ നോക്കുവോ? നായ പാപ്പാനെ പോലും നോക്കാറില്ല. ആന ഉണ്ടല്ലേ, ആന എങ്ങനെയാ ആരെയും നോക്കില്ലേ? ആന നിക്കണ തന്നെ എങ്ങനെയാ? ആനയുടെ വട്ടക്കച്ച നീലി കൈവ എന്ന് പറയുക. എന്താ വെച്ചാൽ അർത്ഥം? ആന എങ്ങനെയാണ്? ആന ആരെയും നോക്കും. പട്ടയിട്ട് വരണവനോ പഴമായിട്ട് വരണവനാണെങ്കിൽ ആന അങ്ങനെ ആന ഇങ്ങോട്ട് വന്ന തുമ്പിക്കൈ അവിടേക്ക് നീളോട്ടു, അത് വേറെ കാര്യം. നോക്കൊന്നുമില്ല ആരെ. ആനയുടെ ഒരു മട്ടുണ്ട്. നായയാണെങ്കിലും നായ ഉണ്ടല്ലേ, വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടിന്റെയും രണ്ട് ജാതി സമ്പ്രദായം. ഇവിടെ ഇങ്ങനെ ചീത്ത വിളിച്ച ഒന്നും മിണ്ടിയില്ല. ആരെ? ഭഗവാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ പിന്നെയും ഇങ്ങനെ. അപ്പൊ ഈ ദക്ഷനാണച്ച അത്രയധികം നേരം ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് മറുപടിയായിട്ട് ഒരക്ഷരം പെടുന്ന മിണ്ടണില്ല എന്ന് കണ്ടപ്പം ദക്ഷന് ദേഷ്യം വന്നു. അങ്ങനെയുണ്ട് ചിലര്. എന്താ വിളിച്ചിട്ടല്ല ദേഷ്യം വന്നത്, വിളിക്കണില്ല എന്ന് കണ്ടിട്ട് ആൾക്ക് ദേഷ്യം വന്നു. ആ ലോകം അങ്ങനെയുണ്ടേ. ഇപ്പൊ നമ്മളൊരുത്തനെ ഒരു 10 ചീത്ത അങ്ങോട്ട് വിളിച്ചു, ഇവനൊരു 25 ചീത്ത ഇങ്ങോട്ടും വിളിച്ചു, നമുക്ക് സമാധാനമായി. എന്താ കാരണം? കൊടുത്തത് കിട്ടിയില്ല. അല്ല, നമ്മളൊരുത്തനെ 10 തെറി വിളിച്ചു, ഇപ്പം മിണ്ടിയതുമില്ല, നമുക്ക് വേവലാതിയായി. എന്താ കാരണം? ഉണ്ടായി, കേട്ടില്ലാവോ, മനസ്സിലായില്ലാവോ, ആകെ വിശകായില്ലേ? അതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ഒന്നും മിണ്ടണില്ല എന്ന് കണ്ടപ്പോ ദക്ഷന് ദേഷ്യം വന്നു. ദക്ഷൻ എന്താ ചെയ്തു? ശങ്കർ എണീട്ടിട്ട് ഭഗവാനെ അങ്ങോട്ട് ശപിച്ചു. എന്താ? ഹേ ശ്രീപരമേശ്വര, നിനക്ക് ദേവന്മാരുടെ കൂട്ടത്തില് യജ്ഞഭാഗം സിദ്ധിക്കാണ്ട പോട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ഭഗവാൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. എന്താ കാരണം? ലച്ചപ്പന്റെ ഷീട്ടോണ്ടല്ലേ തനിക്ക്, എന്ത് ഇവന്റെ ഷീട്ടോണ്ടല്ലേ ഇപ്പൊ തനിക്ക്, മിണ്ടിയില്ല. അപ്പോഴും മിണ്ടിയില്ല, അവിടെ മിണ്ടാതിരുന്നു. അപ്പൊ ഈ ഭഗവാനെ ദക്ഷൻ നിന്ദിച്ചു എന്ന് കണ്ടപ്പം ഭഗവാനൊന്നും തോന്നിയില്ല വെച്ചാലും ഭഗവാന്റെ കൂടെ വന്ന് ഭഗവാന്റെ പാരിഷദന്മാരുടെ കൂട്ടത്തിൽ യോഗ്യനായിട്ട് ഒരാളുണ്ടായിരുന്നു. അതിന് പേര് നന്ദികേശ്വരൻ എന്ന് പറയും. നന്ദികേശ്വരന് സഹിച്ചില്ല. നന്ദികേശ്വരൻ ഇങ്ങോട്ട് എണീറ്റിട്ട് ദേഷ്യം തോന്നി, ഭഗവാന്റെ സങ്കടം ഉണ്ടായി. എന്തായാലും ഒന്നും മിണ്ടാതെ ഒരാളോടൊരു അലോഹ്യമില്ലാതിരിക്കണേ ഭഗവാനെയാണ് ആര് നിന്ദിക്കണത്? ഈ ദുഷ്ടനെ. അതങ്ങോട്ട് കണ്ടപ്പോ നന്ദികേശ്വരൻ ദക്ഷനെ ശപിച്ചു. എങ്ങനെയെന്ന് വെച്ചിട്ടോ, തത്വത്തോ വിമുഖോ ഭവേൽ എന്നാണ്. വല്ലതും മനസ്സിലായോ? ഇല്ല. അതാണ് തത്വതോ വിമുഖോ ഭവേൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു കാലത്തും ഈശ്വര വിചാരം ഇല്ലാണ്ട പോട്ടെ എന്നാ ശപിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ ജാതി ശാപമൊന്നും ഇല്ല. എന്നിട്ടുണ്ട് ഈ പറഞ്ഞ വിചാരം. പിന്നെ ഈ ശാപം കൂടി ഉണ്ടെങ്കിൽ വിചാരത്തിന്റെ കഥ എന്താവൂല്ലേ? ഒരു കാലത്ത് ഉണ്ടാവാണ്ട്. തല തെറിച്ച് പോട്ടെ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ തല കൊയ്യാൽ അടുത്ത തവണ തല ഉണ്ടാവുമ്പോൾ ബോധ്യം വിവരം ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഒരു കാലത്ത് നിനക്ക് എന്തുണ്ടാവില്ല, വല്ലാത്ത ശാപമായി പോയി. അങ്ങനെ അപ്പൊ ഈ നന്ദികേശ്വരൻ ദക്ഷനെ തിരിച്ച് ശപിച്ചു. അപ്പൊ ദക്ഷനെ തിരിച്ച് ശപിച്ച സമയത്ത് ഭൃഗു മഹർഷി ഒരു മഹർഷി ഉണ്ടായിരുന്നു അവിടെ, ഭൃഗു. ഈ ഭൃഗു മഹർഷി ഇങ്ങോട്ട് എണീറ്റിട്ട് നന്ദികേശ്വരനെയും ശിവഭക്തന്മാരും എല്ലാരെയും ശപിച്ചു. ഹേ നന്ദികേശ്വര, നീയും ശിവഭക്തന്മാരും സകലരും ശുദ്ധിയും ശൗചവും ഇല്ലാതെ സുരിയും ആസവും കഴിച്ച് എല്ലും കോലും മാലയും കഴുത്തിൽ കെട്ടിത്തൂക്കി ചിതാഭസ്മം ദേഹം മുഴുവൻ പൂശിയിട്ട് അങ്ങനെ പാഖണ്ഡന്മാരായിട്ട് നശിച്ചു പോട്ടെ എന്ന് ആരെ ശപിച്ചു? ഇപ്പൊ എത്രണ്ണായി? വിരല് മടക്കണില്ലേ? എന്ത് ശാപം പരിപാടി? എത്രണ്ണായി ഇപ്പം ഇല്ലേ? ഒന്നും ആലോചിച്ച് നോക്കൂ. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നിലവിളക്ക് കൊളുത്തിയിട്ട് ദക്ഷനാണ് തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തേത് ആരുടെ വകയാണ്? നന്ദികേശ്വരൻ. മൂന്നാമത്തേത് ഭൃഗു. ഇതങ്ങനെ അങ്ങടും ഭഗവാൻ ശ്രീ പരമേശ്വരന് മനസ്സിലായി, താൻ ഒരാൾ ഇവിടെ ഇരിക്കൊണ്ടാണല്ലോ ഇപ്പൊ പറ്റോളൂ ഇപ്പൊ ഈ ചളിവാരി എറിയണത്. നമ്മള് കാരണം ആരെങ്കിലും തല്ല് കൂടുന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പിന്നാക്കറങ്ങി അങ്ങോട്ട് പോയാൽ മതി. ആ പേരിൽ തല്ലണ്ടല്ലോ, ഒരു ഒറ്റയ്ക്ക് വേറെ തല്ലിക്കോട്ടെ, നമ്മുടെ പേരും പറഞ്ഞ് തല്ലേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലേ ഇത്? എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ നിരീക്ഷിച്ചു, താൻ ഇവിടെ ഇരിക്കൊണ്ടപ്പോ ഇവര് തല്ലുകൂടണത്. ഭഗവാൻ ചെന്നു ബ്രഹ്മദേവനോട് പറഞ്ഞു, ബ്രഹ്മദേവ ഞാൻ അങ്ങോട്ട് പോവുക. എന്താ പറയാ? ബ്രഹ്മദേവൻ അങ്ങ് പോയിക്കോളൂ, എത്തിച്ചപ്പറ്റും നന്നാവില്ല, പോയിക്കോളൂ. ആരെ പറഞ്ഞു ചോദിച്ചു? ഭഗവാൻ ശ്രീ പരമേശ്വരൻ പോവുകയും ചെയ്തു. തൽക്കാലം പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷെ അവിടെ കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കാലം പിന്നെയും മുമ്പേക്ക് പോയി, ഇങ്ങനെ വലിയ കാലം കഴിഞ്ഞു. കാലം ഇങ്ങനെ മുമ്പേക്ക് പോയ കാലത്ത് ഒരിക്കൽ എന്താ ചോദിച്ചാലേ, ഈ ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി. പണ്ട് MLA ആയിരുന്നു, ഇപ്പൊ മന്ത്രിയായി എന്ന് പറഞ്ഞു. അതേമാതിരി പണ്ടേ അഹമ്മദിക്ക് കുറവൊന്നുമില്ല. എപ്പോഴോ പണ്ട് സാധാരണ പ്രജാപതിയായിരുന്നു, ഇപ്പൊ പ്രജാപതിമാരുടെ അധിപതിയായി. ഇപ്പൊ എന്തായി? അഹന്ത കൂടുമല്ലോ. അതെ, നമ്മൾ പറയാറില്ലേ, ജന്മനാ അഹങ്കാരിയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ അധികാരം കൂടി കിട്ടിയത്. അഹങ്കാരിക്ക് അധികാരം കിട്ടി എങ്ങനെ ഉണ്ടാവും? കൊരങ്ങൻ കള്ളു കുടിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? പോവാ കേൾക്കല്ല, കണ്ട തന്നെ ഉണ്ടാവും ചിലപ്പോ.
കുരങ്ങൻ കള്ളും കുടിച്ചു, അതിന്റെ ഇടയ്ക്ക് ഓരൊക്കെ ഒരു കടന്നലും കുത്തി, അതിന്റെ ഇടയ്ക്ക് ഒരു ഭൂതസഞ്ചാരം, തന്മധ്യേ ഭൂതസഞ്ചാരം, ഒരു ബാധ കൂടല്. എങ്ങനെ ഉണ്ടാവും? മനസ്സിലാവില്ലേ പറയുന്നത്? സ്വതേ ഇരിക്കുക പൊറുതിയില്ലാത്ത ജന്തു ആ കുരങ്ങൻ. അതിന് കടന്നലും കള്ളും കുടിച്ചാൽ തീരെ പൊറുതി ഉണ്ടാവില്ല. അതിന് കടന്നലും കൂടി കുത്തിയാലോ പൊറുതി. അങ്ങനെ പറയില്ലേ? അതേമാതിരി അഹങ്കാരിക്ക് അധികാരം കിട്ടിയപ്പോ ഇവനിങ്ങനെ ദക്ഷൻ എന്താ ചെയ്തു? ദക്ഷൻ ചിന്തിച്ചു, പരമേശ്വരനെ ഒരു പാഠം കണ്ട് പഠിപ്പിക്കണം. അങ്ങനെ വിടാൻ പാടില്ല. പണ്ട് തന്നെ നിന്ദിച്ചതാണേ. എങ്ങനെ വേണം? തന്നെ ബഹുമാനിക്കാതെ നിന്ദിച്ചിട്ടേ ഇപ്പം പോയത്, അതുകൊണ്ട് ഇവനെയും അപമാനിക്കണം. അങ്ങനെയാ വേണ്ട. എന്നിട്ടൊരു പാഠം പഠിപ്പിക്കണം. ഇപ്പൊ എന്താ വിദ്യ ഉണ്ട്, എന്താ വിദ്വേഷട്ടോ? വലിയൊരു പരിപാടി ഇങ്ങനെ നടത്തുക, കേമായിട്ട് ഒരു പരിപാടി ഇങ്ങനെ നടത്തണ കൂടത്തിൽ ആരെ മാത്രം വിളിക്കാൻ പാടില്ല? പരമേശ്വരനെ വിളിക്കരുത്. അപ്പൊ എല്ലാരെയും വിളിക്കുക, പരമേശ്വരനെ മാത്രം വിളിക്കാണ്ടിരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ പരിപാടി കേമായിട്ടിരിക്കുമ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് ആൾക്കാരെ ആ മുറ്റത്തെ കൂടെയാണല്ലോ പോകുമ്പം ചോദിക്കും, പരമേശ്വരനോട് ചോദിക്കും, ഇവിടെ പറഞ്ഞില്ലേ കയ്യിലിരിപ്പ് എന്നാവണേ, ഇവിടെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ചോറുണ്ടോ പിന്നെ എന്തെങ്കിലും പറയേണ്ട പോവില്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും വായോണ്ട് ആരപമാനിക്കപ്പെടട്ടെ? പരമേശ്വരൻ. അങ്ങനെയുണ്ടോ? ഇതാണ് ആരുദ്ദേശിച്ചത്? ദക്ഷൻ എന്ത് ചെയ്തു? വലിയൊരു പരിപാടിക്ക് വട്ടം കൂട്ടി, ഗംഭീരം പരിപാടി. ബൃഹസ്പതി സവം വാജപേയം അപ്പതോര്യാമ ഒക്കെ, ഇതൊക്കെ പേരൊന്നും കേട്ട് പേടിക്കേണ്ട ഓരോ യാഗത്തിന്റെ പേരാത്. ബൃഹസ്പതി സമം വാജപേയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാജപേയം ഒരു യാഗത്തിന്റെ പേരാ. വാജപേയം കഴിച്ചിട്ടാണ് വാജ്പേയാവും. വാജ്പേയി എന്നിട്ടുണ്ടോ? അല്ലേ? പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, നമുക്ക് മരിച്ചുപോയി ഒരു കാരണവര് അല്ലേ? ആ വാജപേയം എന്ന് പറഞ്ഞ യാഗം കഴിച്ചാൽ അവരെ വാജപേയി എന്ന്, വാജ്പേയി ആണ് വാജപേയി. അഗ്നിഹോത്രം കഴിച്ച അക്കിത്തിരിപ്പാട് എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലെ? അത് കേട്ടിട്ടില്ലേ? സോമയാഗം കഴിച്ച സോമയാജി എന്നിട്ടില്ലേ? സോമയാജി. തെലുങ്കരാണെങ്കിൽ സോമയാജല്ലു എന്ന് പറയും. അവർക്കൊരു ലു ഉണ്ടാവും, നമുക്ക് ലു ഇല്ലെന്നേ ഉള്ളൂ. സോമയാഗം കഴിച്ച സോമയാജി, അഗ്നിഹോത്രം കഴിച്ച അഗ്നിഹോത്രി, വാജപേയം കഴിച്ച വാജപേയി. പേരുമ്പിൽ വെക്കും, കേട്ടറില്ലേ അങ്ങനെയൊക്കെ? അക്കിത്തിരിപ്പാട, സോമയാജി പാട എന്നൊക്കെ പറയും. അങ്ങനെയുണ്ട്. അതുപോലെ അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഈ വാജപേയാദികളൊക്കെ കഴിക്കാൻ പുറപ്പെട്ടു. എല്ലാവരെയും ക്ഷണിച്ചു, സകലരെയും ക്ഷണിച്ചു. ആരെയും മാത്രം ക്ഷണിച്ചില്ല? ഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല. കൈലാസത്തേക്ക് മാത്രം പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം തണ്ടായി ഇവിടെ യാഗത്തിന്റെ ഒരുക്കൊക്കെ തടങ്ങാറൊക്കെ ആയുള്ള കാലായി. അപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ സതീദേവി കൈലാസത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ പൊട്ടിച്ച് നടക്കണേ. വൈകുന്നേരത്തെ പൂജയ്ക്ക് മാല കെട്ടാനുള്ള പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സതീദേവി ആ നന്ദ്യാർ വട്ടത്തിന്റെ മൂന്ന് പൂക്കൾ ഇങ്ങനെ എത്തിപ്പിടിച്ച് ഇങ്ങനെ വലിച്ച് താഴ്ത്തി ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഒരു വിമാനം താഴ്ന്ന് പറന്നങ്ങോട്ട് പോയി. വിമാനം താഴ്ന്നതല്ല, കൈലാസാണല്ലോ പൊങ്ങിയത്, അതുകൊണ്ട് തോന്നിയതാണ്. ഈ വിമാനത്തിലാണെങ്കിൽ മുഴുവനും പെണ്ണുങ്ങളാ പോണത്, യക്ഷസ്ത്രീകള്. എന്താ വെച്ചാൽ നമ്മുടെ ഈ ദക്ഷന്റെ യാഗത്തിനോടനുബന്ധിച്ചിട്ട് അവിടെ സ്റ്റേജിന്റെ മുകളിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്തായാലും വേണമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ പരിപാടിക്ക്. കലശം അങ്ങനെയൊക്കെ അമ്പലത്തിൽ ഉത്സവം കലശമൊക്കെ ഉണ്ടാവുമ്പോൾ സ്റ്റേജിന്റെ മുകളിൽ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അമ്പലത്തേക്ക് പോയിട്ടില്ലെങ്കിൽ എവിടേക്ക് പോകും? അമ്പലത്തിലൊന്ന് കയറി അമ്പല കുറെ നോക്കിയപ്പോഴാണ് കണ്ടത് അമ്പലം. പക്ഷെ അത് നമ്മൾ ആദ്യമേ കണ്ടു. അങ്ങനെ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് ഇതിന്റെ ഭാഗം. അതിൽ പങ്കെടുക്കാനായിട്ട് യക്ഷസ്ത്രീകൾ പോയി. യക്ഷ, കിന്നര, ഗന്ധർവ, കിംപുരുഷചാരണ വിദ്യാധരാദികളായിട്ടുള്ള കൂട്ടരൊക്കെ പാട്ട്, നൃത്തം, വായ്പാട്ട്, ഉപകരണ സംഗീതം, ഇതിലൊക്കെ മഹാവിദ്വാൻമാരാണ് ഇവരെ. ഈ യക്ഷ, കിന്നര, ഗന്ധർവാദികളൊക്കെ അതിൽ മിടുക്കന്മാരാണ്. ഇവർക്കൊക്കെ ഡിഗ്രി കലാമണ്ഡലത്തിൽ നിന്നാണേ. ആർട്സ് വിഷയത്തിൽ മഹാകേമാണ്. എന്താ പറ്റ പാട്ടൊക്കെ? പല പാട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക? ഗാനദേവേന്ദ്രനോ? ഇല്ല, ഗാനദേവേന്ദ്രൻ എന്നൊന്നും പറയില്ല, ഗാനഗന്ധർവൻ എന്നാ പറയുക. ശരിയല്ലേ? ഇത് ഗാനരാജാവ് എന്ന് പറയുമോ? എന്താ പറയാത്തത്? അത് പാട്ടിൽ മിടുക്കന്മാര് ഗന്ധർവന്മാരായതുകൊണ്ടാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്. അപ്പൊ പാട്ട്, നൃത്തം, അപ്സരസുകളെ പോലെ നൃത്തം ചെയ്തു എന്നാ പറയുക. എന്നുവെച്ചെന്തർത്ഥം? അതിൽ അവരാണ് മിടുക്കന്മാര്. ഓരോന്നിലും മിടുക്കുള്ള കൂട്ടർ അവരൊക്കെ. അപ്പൊ അവരുടെ സ്ത്രീകൾ, യക്ഷസ്ത്രീകൾ ഇങ്ങനെ പോവുക വിമാനത്തില്. അപ്പൊ വിമാനം മുഴുവനും പെണ്ണുങ്ങളാണ്. അപ്പൊ എന്തായാലും വിവരം പുറത്തറിയാണ്ടിരിക്കില്ല. അവരിങ്ങനെ പറയുന്നുണ്ട്, എന്താ ദക്ഷന്റെ യാഗാണേ ഇങ്ങനെ പറയണം. അതാര് കേട്ടു? സതീദേവി. വിമാനം ആയതുകൊണ്ട് ആകാശത്ത് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, അതിങ്ങനെ ഇങ്ങോട്ട് പോവല്ലേ. അപ്പൊ ഓണ പോക്കനാണ് എന്ത് കേട്ടത്? ഇങ്ങനെ പറയണത്. സതീദേവി അയ്യോ അപ്പോഴേക്ക് പോയി. വിവരം ചോദിക്കാൻ നിന്നില്ല, അപ്പോഴേക്ക് ആര് പോയി? വിമാനം പോയി. അതൊക്കെ കിന്നര സ്ത്രീകളുടെ വിമാനം വരുന്നു, അതിൽ പെണ്ണുങ്ങളാണ്. എന്തായാലും പുറത്തേക്ക് കേൾക്കൂലോ. അങ്ങനെ അവരും പറയണു, വിമാനത്തിൽ ഇരുന്നിട്ട് പറയണു ദക്ഷന്റെ യാഗല്. അങ്ങനെ യക്ഷസ്ത്രീകളെ, കിന്നര, ഗന്ധർവ, കിംപുരുഷചാരണ വിദ്യാധരാദികളായ സ്ത്രീകളുടെ വിമാനങ്ങൾ പോയതൊക്കെ എല്ലാവരും പറഞ്ഞു ഒരേ വാക്ക്, എന്താ? ദക്ഷന്റെ യാഗല്ലേ, കേമാവാണ്ടിരിക്കില്ലേ. അപ്പൊ സതി ഇങ്ങനെ ചിന്തിച്ചു, ഇത്ര വലിയൊരു ദക്ഷൻ പാരയുള്ളൂ. അതാര്? തന്റെ അച്ഛൻ.
താൻ അറിഞ്ഞില്ലല്ലോ അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. സാരമില്ല, പൂക്കളൊക്കെ പിന്നെ പൊട്ടിക്കാം. ഉള്ള കിട്ടിയ പൂവായിട്ട് വേഗം കൈലാസത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഭഗവാനെ ഇങ്ങോട്ട് തൊഴുതു. ഭഗവാനെ നമസ്കരിച്ചു. സതീദേവി ചോദിച്ചു, പൂവല്ലേ? ആര് ചോദിച്ചു? സതീദേവി. ഭഗവാൻ ചോദിച്ചു, 12:15 വന്നിട്ട് പൂവല്ലേ ചോദിച്ചാൽ എവിടേക്ക്? വെയിൽ ചൂടായ നേരത്തെ എവിടേക്ക് പോണു? ആക്കൊക്കെ നിശണ്ടായിട്ട് ഒന്നും നിശയില്ലാണ്ട് പുറത്തെ ആ വർത്തമാനം ഒക്കെ നിശണ്ട, എന്നാലും നിശയില്ലാത്ത മാതിരി എപ്പോഴും പെരുമാറുക. പുറത്തേക്ക് നിശയില്ലാത്തത് എന്താ ഉള്ളത്? എന്താ കുട്ടിയെ നീ പറയുക? എന്താ ഉണ്ടായത്? അച്ഛന്റെ യാഗല്ലേ, നമ്മൾ പോവല്ലേ ചോദിച്ചു. ഭഗവാൻ ചോദിച്ചു, പൂവോ? തന്റെ അച്ഛൻ യാഗം കഴിക്കണ്ടോ? പൂവേ. ആഹാ, നന്നായി, ബുദ്ധിയെങ്കിലും നന്നാവട്ടെ എന്നും പറഞ്ഞു. ആരുടെ? അച്ഛന്റെ. അങ്ങനെ പരിഹാസം പറഞ്ഞതല്ല, ശാസ്ത്രം ഉണ്ടതിനെ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്നിട്ട് വസ്തൂപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ നകിഞ്ചിൽ കർമ്മകോടിഭി എന്നൊരു പ്രമാണം ഉണ്ട്. ഇതിന്റെ അർത്ഥം, നമ്മൾ വൈദികമായ കർമ്മങ്ങൾ, യാഗയജ്ഞ ഹോമാദികളൊക്കെ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. ചിത്തശുദ്ധിക്കാനേ ചിത്തശുദ്ധി ഉണ്ടാവണം. അങ്ങനെ ശുദ്ധായ ചിത്തത്തിലെ ആര് വന്ന് കയറിക്കൂടുള്ളൂ? ഭഗവാൻ വന്ന് കയറിക്കൂടുള്ളൂ. മനസ്സിലാവണില്ലേ? അവ ശുദ്ധാക്കാനാണ് കർമ്മം. അപ്പൊ കർമ്മം കൊണ്ട് വേറെ ഒന്നും പറ്റില്ല. കർമ്മം കൊണ്ട് ശുദ്ധായി കിട്ടും. പായസം ഉണ്ടാക്കാൻ എന്ത് വേണം? ഉരുളി വേണം. ഉരുളി തേക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. പായസം ഉണ്ടാക്കാനല്ലോ തന്നോട് പറഞ്ഞത്, ഉരുളി തേക്കാനാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കാര്യമില്ല. എന്താ കാരണം? തേച്ച ഉരുളിയിലെ, അല്ലാതെ നമ്മൾ 60 കൊല്ലം മുമ്പ് മാളികമ്മ കയറ്റി ഉരുളി കൊണ്ടുവന്ന് പായസം ഉണ്ടാക്കിയവരൊക്കെ ആസ്പത്രി കൊണ്ടുകൊണ്ടിരില്ലേ. എന്താ കാരണം? അതിലെ ക്ലാവും പഴയ ജാതി ഇങ്ങനെ മെഴുകി കിടക്കണതൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ചെന്നാൽ വയ്യണ്ടാവില്ലേ? അപ്പൊ നല്ലോണം ഉരുളിയെ നല്ലോണം അങ്ങോട്ട് തേച്ച വെടുപ്പാക്കിയാൽ ഒരു കുഴപ്പമില്ല. അപ്പം ചിത്തസ്യ ശുദ്ധയെ എന്ന് പറയാൻ ഹൃദയത്തെ ശുദ്ധാക്കാനുള്ള വിദ്യയാണ് ഈ കർമ്മം. നന്നായി, ഏതായാലും നന്നാവട്ടെ ഭഗവാൻ പറഞ്ഞു. അതൊക്കെ വരും, നമുക്ക് പോവുക. ആര് പറഞ്ഞു? സതീദേവി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വേണ്ട കുട്ടിയെ, നമ്മൾ പോകണ്ട. എന്താ വെച്ചോ, നമ്മളെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളെ പറഞ്ഞു. അതിപ്പോ സാരല്ലേ, പറയാണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എന്താ വെച്ചാല് ചിലപ്പം അച്ഛൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അന്യന്മാരോടൊക്കെയാണ് ആദ്യം പറയുക. അവനവന്റെ ആൾക്കാരോട് തലേന്ന് അതെ ശാരദേ, നീ കുട്ടികളെയും കൂട്ടിയിട്ട് ആയിക്കോട്ടെ അച്ഛൻ. തലേന്നാള് വൈകുന്നേരം പറഞ്ഞാല് ശാരദ മൂത്ത മോളാണേ, കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നുള്ളൂ. അതിപ്പോ തലേന്നാള് വെറ്റിലി ഇടയ്ക്ക് മുണ്ടും വാഴക്കൊലിന്നായിട്ട് പോകുമൊന്നും വേണ്ട. അതിന് അന്യന്മാരെയൊക്കെ നമ്മൾ വിസ്തരിച്ച് പറയണം. എന്നാലും ചിലരെന്ത് ചെയ്യും, കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ ഇരിക്കും. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് എന്നാലും തിരുമേനി എന്നോട് പറയാഞ്ഞത്, അവന്റെ നാരായണൻകുട്ടി നിനക്കത് മിനിയാന്ന് പറയാറുന്നില്ലേ? ഞാനത് നീ എന്റെ സ്വന്തം ആയതുകൊണ്ട് ഞാൻ നിരീച്ചു പറഞ്ഞു എന്നങ്ങോട്ട് നിരീച്ചു. അതെ, എന്നോട് പറഞ്ഞു. അയ്യോ, നബന് തലേമീൻ അതിന് മുമ്പ് എങ്ങാനും പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല, സ്നേഹാധിക്യം കൊണ്ട് ഇവിടുത്തെ ആളല്ലേ എന്നുള്ള ധാരണയുണ്ട് വിട്ടുപോയത്. അയാളത് മടക്കി കെട്ടി കൈ പിടിച്ചിട്ടുണ്ട്. എന്ത് പറയാ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അന്യന്മാരെയൊക്കെ നമ്മൾ മഹാകേമായിട്ടൊക്കെ വിളിക്കും. അവനവന്റെ ആൾക്കാരായതുകൊണ്ടേ ചിലപ്പോ അങ്ങനെയൊക്കെ ആവും. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വിളിച്ചടിയാ നമ്മൾ പോവാണ്ടിരിക്കുക കുട്ടിയെ, നല്ലത്. അങ്ങനെയൊന്നല്ല, നമുക്ക് പോവാം. എന്താ വിളിക്കാതെ നിൽക്കി പോവുക രണ്ടാന്തരാണ്. അനാഹൂത പ്രവിശതി അപൃഷ്ടോ ബഹുഭാഷത്തെ അവിശ്വസ്തേ വിശ്വസിതി മൂഢചേത നരാധമ. ഒരു പ്രമാണുണ്ട്, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്നുവെച്ചാൽ അർത്ഥം അങ്ങനെ ഒരു പ്രമാണുണ്ടേ. അതായത് വിളിക്കാത്ത ദിക്കിലേക്ക് കയറി ചെല്ലുക. അനാഹൂത പ്രവിശതി, നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മളിങ്ങനെ വലിഞ്ഞ് കയറി വരിക. വിളിച്ചിട്ട് ചെന്നിട്ട് തന്നെ കഥ നമുക്കറിയാം. ആ വീട്ടുകാരനൊന്ന് കണ്ടുപെടാൻ നമ്മൾ എന്തൊക്കെ പാടുപെട്ടത്. അപ്പൊ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കില്ല. നമ്മളെ കണ്ടില്ലേ, ശരിയല്ലേ? ഇത് അങ്ങനെയൊക്കെ അത്രയ്ക്കൊക്കെ ബഹുമാനിച്ച് വിളിച്ചിട്ട പോലെ. അപ്പൊ അനാഹൂത പ്രവിശതി, വിളിക്കേണ്ട പോവുക രണ്ടാന്തരാണ്. അപൃഷ്ടോ ബഹുഭാഷത, ചോദിക്കേണ്ട പറയുക, അത് അതിലേറെ മോശ. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം, വെറുതെ ചോദിക്കേണ്ട, ഞാൻ ഇത്തിരി വിവരമുള്ള ആളാണ്, ലേശം പറയട്ടെ കേട്ടോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് നിശ്ചലമൊക്കെ അപ്പോഴൊരു വിലയുണ്ടാവുള്ളൂ. അതാണ് അനാഹൂത പ്രവിശതി അപൃഷ്ടോ ബഹുഭാഷതേ അവിശ്വസ്തേ വിശ്വസിതി. വിശ്വസിക്കാൻ കൊള്ളാത്തവനെ വിശ്വസിക്കുക. ഇതൊക്കെ എങ്ങനെയാണെന്നറിയൂ? മൂഢചേത നരാധമ. ഇതൊക്കെ മൂഢന്റെ ലക്ഷണമാണെന്ന് പറയും മഹാഭാരതത്തിൽ. പോവാണ്ടിരിക്കാൻ നല്ലത് കുട്ടിയെ. ആരോട് പറഞ്ഞു? സതീദേവിയുടെ. അങ്ങനെയൊന്നുമല്ല, നമുക്ക് പോവാ, അതിനിപ്പോ എന്താ, പോണതിന് വിരോധമൊന്നുമില്ല. ചിലപ്പോൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവേ. ആ കത്ത് ചിലപ്പം പോസ്റ്റ്മാൻ നാരായണൻകുട്ടി ആ വാഴയുടെ കൂട്ടത്തിൽ എവിടേക്കും കൊണ്ടുപോയിട്ടതാവും, കിട്ടായോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പോസ്റ്റലിട്ടില്ലേ. പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്ത് വരികയും ചെയ്യും. നമുക്ക് പോവുക. പോവാണ്ടിരിക്കാൻ നല്ലത് കുട്ടി. ഭഗവാൻ പലതരത്തിൽ പറഞ്ഞു നോക്കി. എന്താ വെച്ചാലേ ഞാൻ പറയാം, പണ്ട് ഞാൻ യാഗശാലയിൽ ഇരിക്കുമ്പം ഞാൻ വേണ്ട മാതിരി തന്റെ അച്ഛനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് മുഷിഞ്ഞതാണേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പോവാണ്ടിരിക്കാൻ നല്ലത്. ഒരു പൂർവാനുഭവം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. സതീദേവി പറഞ്ഞു, അതിനിപ്പോ എന്താ പത്ര വിഷമം? നമുക്കിപ്പം അച്ഛന്റെ കുടുംബത്തേക്ക് പോവാനും ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോവാനും ഗുരുനാഥന്മാരെ കാണാൻ പോവാനും ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ.
സതീദേവി നല്ല പഠിച്ച കുട്ടിയാണേ, നല്ല വിവരമുള്ള കൂട്ടത്തിലാണ് സതീദേവി. അതാ പറഞ്ഞത് എന്ത്, അപ്പൊ അച്ഛന്റെ കുടുംബത്തേക്ക് പോവാൻ, നമുക്കിപ്പോ നമ്മുടെ അച്ഛന്റെ കുടുംബത്തേക്ക് പോകാൻ ഒരാളുടെയും ക്ഷണക്കത്തൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോ അങ്ങനെയല്ലേ ഉണ്ടായത്, നമ്മൾ കുറച്ചാലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇങ്ങനെ മെല്ലെ ഓണം വന്ന കാലത്ത് പൂമുഖം അടച്ചിട്ടില്ലേ, പൂമുഖത്തിന്റെ വെറുതെ ഇങ്ങനെ ആദ്യം അങ്ങോട്ട് കയറി തെക്കിനിയുടെ ഇടനാഴി കൂടി ഇങ്ങോട്ട് കടന്ന കിഴക്കണിക്ക് കയറിയിട്ട് നേരെ കിഴക്കണിയുടെ ഉള്ളിൽ കൂടി അപ്പുറത്തെ അടുക്കളയൊക്കെ അങ്ങോട്ട് ചെന്നപ്പോ മുത്തശ്ശി അവിടെ എന്തോ ഉരുളിയിൽ ഉപ്പേരി വറക്ക് എന്തോ ആണ് ഇങ്ങനെ ഇളക്കുകയാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണേ. നമ്മൾ പിന്തി കൂടി മെല്ലെ മെല്ലെ മിണ്ടാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശി ഒറ്റ പിടുത്തം. മുത്തശ്ശി ഉണ്ടായി ഒരു നിലോളി. അടുക്കളയിലുള്ളവരും മാളികേമ്പിലുള്ളവരും പറമ്പിലുള്ള പണിക്കാരും മറ്റു വീട്ടുകാരും എല്ലാരും ഓടി വന്ന് എന്താ ഉണ്ടായി. മുത്തശ്ശി തിരിഞ്ഞപ്പോ ഉണ്ണിയായിരുന്നു. ചട്ടകം അങ്ങോട്ട് തിരിച്ചതാണ് ഭാഗ്യം. ആലോചിച്ച് നോക്കൂ, എന്താ പിന്നെ അവിടുത്തെ സന്തോഷം ഒന്നും പറയണ്ട. എത്ര കാലായി കണ്ടട്ടാന്നൊക്കെ പറഞ്ഞൊരു കൊണ്ടാട്ടം, പറക്കണ കൊണ്ടാട്ടല്ല, ഒരു കൊണ്ടാടൽ തന്നെ ഉണ്ടായത്. വളരെ സന്തോഷം. ശരിയോ തെറ്റോ ഇല്ലേ? അപ്പൊ നമ്മൾ ആരുടെയെങ്കിലും ചോദിച്ചിട്ടാ അങ്ങോട്ട് ചെന്നത്, എന്നിട്ടാ നമ്മൾ ചോദിച്ചിട്ടാ ചെന്ന് കെട്ടി പിടിച്ചത്. നമ്മൾ ഈ പിടിച്ച പിടുത്ത അപ്പുറത്തെ വീട്ടിലെ വല്യമ്മയെ ചെന്ന് പിടിച്ചു വെച്ചാൽ ഗവൺമെന്റ് വക ചോറുറപ്പായി. എന്താ കാരണം? പിന്നെ നമ്മളൊന്നും ചോദിക്കണ്ട, നേരത്തിന് കൈ കഴുകി ട്രൗസറും ബനിയനും ഇട്ട് പോവുക, കിണ്ണം കാണിക്കുക, മിണ്ടാണ്ടിരിക്കുക. ശരിയോ തെറ്റോ? കേസാവില്ലേ സ്ത്രീകളെ ഉദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്? എന്താ കാരണം? അത് നമ്മുടെ അച്ഛന്റെ കുടുംബമല്ല, നമ്മുടെ സ്വന്തം മുത്തശ്ശിയല്ലേ, അടുത്ത വീട്ടിലെ വല്യമ്മയല്ലേ, അതിനെ ചെന്ന് പേടിപ്പിച്ച കഷ്ടാവില്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അവനവന്റെ അച്ഛന്റെ കുടുംബം പറഞ്ഞാൽ അവനവന്റെ കുടുംബം എന്നല്ലേ അർത്ഥം, അതല്ലേ? അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ കുടുംബത്തേക്ക് പോവാൻ എന്തിന്റെ ആവശ്യമില്ല, ക്ഷണിക്കേണ്ട കാര്യമില്ല എന്നല്ലേ? അങ്ങനെയല്ലേ പ്രമാണം? പിന്നെ ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാനും ക്ഷണിക്കേണ്ട അത്രേ പണ്ട് ഒക്കെ വേണ്ടി വരും. പണ്ടൊക്കെ ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാൻ ക്ഷണിക്കൊന്നും വേണ്ടേ, അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ഇപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം നെറ്റിപ്പട്ടം കെട്ടിയിട്ട് അമ്മായിയമ്മ മുമ്പിലും തീവെട്ടിയും മറ്റേ മുത്തുക്കൊടയൊക്കെ പഠിച്ചിട്ട് രണ്ട് വക്കീലന്മാർ അപ്പുറം ഇപ്പുറം, പിന്നെ നാട്ടുകാര് ചണ്ടയും മേളമൊക്കെ ആയിട്ടില്ലേ, ആലോചിച്ച് നോക്കുന്നവരൊക്കെ പോകുള്ളൂ. അങ്ങനെയൊക്കെ പണ്ട് അങ്ങനെയല്ല. പണ്ട് ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാൻ, അത് ഈ കേരളത്തിലെ മലയാള നാട്ടിൽ ഈ ബ്രാഹ്മണരുടെ ഇടയ്ക്ക്, കേരള ബ്രാഹ്മണരുടെ ഇടയ്ക്ക് വിവാഹം വേളി കഴിഞ്ഞ് കൊണ്ടുവന്ന് കുടിവെപ്പെന്ന് കേട്ടിട്ടുണ്ടോ? വേളി കഴിച്ചത്തെ കുടിവെപ്പെന്ന് പറയില്ലേ? വേളി കഴിഞ്ഞാൽ വന്ന അവനവന്റെ കുടുംബത്തേക്ക് ഇങ്ങടെ വരുമ്പം ഈ വടക്കൊക്കെ ഉണ്ടാവും, ലൈക്കിലേക്ക് ഉണ്ടാവും. ഈ പ്രധാന വാതില് നടയുണ്ടാവില്ലേ, അതാരെങ്കിലും ഒന്നും നല്ല ചാരും. ഈ പെൺകുട്ടി ഇങ്ങോട്ട് വന്നാലേ എങ്ങനെയാ അകത്തേക്ക് കയറി വെച്ചിട്ടോ, ആ വാതില് കാലോണ്ട് ചവിട്ടി തുറന്നിട്ടാ കയറുക അകത്തേക്ക്. എത്തിച്ചിട്ടുണ്ടോ? ചവിട്ടൊന്നുമില്ല, കാലോണ്ടാണ് തുറക്കുക. എന്ത് വാതില്? എന്തിനാ അങ്ങനെ ചവിട്ടി തുറക്കണത്? ഇനി നാളെ മുതലുള്ള അതിന്റെ ഉദ്ഘാടനം, അത് നാളെ മുതലൊക്കെ ഇനി ചവിട്ടിയിട്ട് കുത്തിയിട്ടൊക്കെ ആവും. അതല്ല അതിന്റെ ഉദ്ഘാടനം ഒന്നും അല്ലത്. അതെന്താ വെച്ചാൽ അതിലൊരു ആശയണ്ടേ. അത് ഈ കുട്ടിയെ വേളി കഴിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ കുട്ടി കാൽ ചവിട്ടി ഇങ്ങോട്ട് തുറക്കണു പറഞ്ഞാൽ ഒരു പ്രത്യേകം. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് വരുമ്പോഴേ ഒരു കയ്യിൽ ഉരുളി, കക്ഷത്ത് ഇല, മറ്റേ കയ്യിൽ കൊട, മറ്റേ കക്ഷത്തെ കയ്യിൽ കിണ്ടി, ആകെ 4 കയ്യേ ഉള്ളൂ. അതന്നെ ആകെ 2 എണ്ണയുള്ള അതിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോ തെക്കേ വാതില്, വടക്കോട്ടുള്ള തെക്കേ വാതില് ആരോ അടച്ചിട്ടും ഉണ്ട്. നമുക്ക് ആ തുറക്ക സാധനങ്ങളൊക്കെ ഉള്ളത് വിളിച്ചു പറ്റി നമുക്ക് ഒന്നിനും ചെവിയും കേൾക്കില്ല, വിളിച്ചാൽ കേൾക്കില്ല. എന്തല്ലേ നമുക്ക് പ്രാന്ത് കയറാൻ വേറെ വല്ലതും വേണം. ഇതച്ചാ തുറക്കാണ്ട പോവാൻ വരും. അപ്പൊ നമ്മൾ എങ്ങനെയാ വാതിൽ ഉറക്കുക? മെല്ലെ പറഞ്ഞാൽ മതി. ഇങ്ങനെ കാലോണ്ട് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് കയറിപ്പോവും. ശരിയല്ലേ? ഇത് ആരോടും ചോദിക്കൊന്നുമില്ല. നമ്മൾ വല്ലേക്കലും പൂജയ്ക്ക് വിളിച്ചു തരും. എന്നെ പൂജയ്ക്ക് നമ്മൾ പൂജയ്ക്ക് പോയി ഇതിക്കല് വല്ല വാതിലും തുറക്കണമെങ്കിൽ ചവിട്ടി തുറക്കുമോ? ചവിട്ടി തുറന്നാൽ വിവരം അറിയില്ലേ? അയാൾ പുതിയ വീട് പണിതുണ്ടാക്കിയത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂജയ്ക്ക് പോയിട്ട് അതൊക്കെ ചവിട്ടി പൊളിച്ചാലോ? അങ്ങനെ അന്യഗ്രഹത്തിൽ ചെന്നാൽ ചവിട്ടി പൊളിക്കുക എന്നല്ല, എന്നാലും നമ്മൾ കാലോണ്ടൊന്നും ചവിട്ടി വാതിൽ തുറക്കാനൊന്നും പോവില്ല. എന്താ കാരണം? നമ്മുടെ അല്ലേ, അദ്ദേഹത്തിന്റെയാണേ. നമ്മളങ്ങനെ ഇന്ന് ഇവിടെ നമ്മൾ ചവിട്ടി തുറക്കാൻ കാരണം എന്താ? കുഴപ്പമില്ല, നല്ല വാതിലെ ചവിട്ടിയാലൊന്നും കുഴപ്പമൊന്നും. നല്ല തിരികുറ്റി ടട്ട പഞ്ചായത്തിലുള്ളവർ എണീക്കും തന്നെ വാതിൽ ഓർക്കുമ്പോഴാണ്. ഏത് അവിടെ കുടുംബത്തൊക്കെ അങ്ങനെ വാതിലുണ്ട്. അത് രാവിലെ ഇങ്ങോട്ട് തുറന്ന നാട്ടുകാരൊക്കെ ആയി എന്തായി കണ്ടിട്ടില്ല? അങ്ങനത്തെ ചില വാതിലൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചവിട്ടി ഇങ്ങോട്ട് തുറക്കാം. അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ വരുമ്പോൾ വാതിൽ ചവിട്ടി തുറക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് ഇനി എന്റെ കുടുംബമാണ് എന്നുള്ളൊരു അതാണ് അതിന്റെ അർത്ഥം. അത്ര അങ്ങനെയുണ്ട്. കാരണവന്മാരൊക്കെ പറയണ കേൾക്കണ്ട അങ്ങനത്തെ ആശയങ്ങളെ. ശരി തന്നെയാണ്. ഈ കുട്ടി ഇപ്പോഴത്തെ കുട്ടിയാണല്ലോ, ശരിയല്ലേ? അപ്പൊ അതാണ് അവനവൻ ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാൻ എന്തിന്റെ ആവശ്യമില്ല, ക്ഷണിച്ച് വരുത്തേണ്ട കാര്യം. അവനവന്റെ സ്വന്തം ആയതുകൊണ്ട് നേരെ കിടച്ചു. അത് ഗുരുനാഥനെ കാണാൻ പോകാനും ക്ഷണിക്കേണ്ട. നമ്മുടെ ഗുരുനാഥൻ ഇവിടെ ഇരിക്കേണ്ട ഒന്നും ചോദിക്കേണ്ട, നേരെ അങ്ങോട്ട് ചെല്ലുക, നമസ്കരിക്കാൻ ഇങ്ങോട്ട് പോരാ, ഒരാളോടും ചോദിക്കണ്ട. അങ്ങനെയാണ്, മനസ്സിലാവില്ലേ? അപ്പൊ ആ പ്രമാണം വെച്ചിട്ട് നമുക്ക് പോവരുതേ. ആര് ചോദിച്ചു? സതീദേവി ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു കുട്ടിയെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, എന്നാലും നമ്മൾ പോയാൽ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊരു ദിക്കിലേക്ക് പോവുക,
എങ്ങനെയാ പോണത്? അവിടെ ചെന്നാൽ ബഹുമാനിക്കും നിരീക്ഷിച്ചിട്ടാ പോണത്. അവിടെ ചെന്നിട്ടേ ഈ വേണ്ട മാതിരി ബഹുമാനം ഉണ്ടായില്ല വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും? അത് വലിയ മനോവ്യാധിയാവും. ഒരാള് നമ്മളെ ബഹുമാനിക്കും കണക്കാക്കുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട് അദ്ദേഹം വേണ്ട മാതിരി കണക്കാക്കിയില്ല, ലേശ അപമാനം കൂടി ഉണ്ടായിച്ചാൽ സഹിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെവിടെ പോയാലും അതല്ലേ അവനെ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല ഉണ്ടാവണേ വെച്ചാൽ അതുകൊണ്ട് അങ്ങോട്ട് പോവാണ്ടിരിക്കുക നല്ലത്. സതീദേവിയോട് പിന്നെയും പറഞ്ഞു. സതീദേവി പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ ഭഗവാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്താ കാരണം? പോണ്ടെന്നും പറഞ്ഞില്ല, പോയിക്കോളൂന്നും പറഞ്ഞില്ല. എന്താ വെച്ചോ ഈ പോണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചോ, ഈ പോവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേവലാതി കൊണ്ട് ദുഃഖിച്ച് സതീദേവി ദേഹം ഇവിടെ ഉപേക്ഷിക്കും. ഈ പൊയ്ക്കോളൂ എന്ന് അനുവാദം കൊടുത്താൽ സതീദേവി അവിടെ ചെന്ന് അപമാനം ഉണ്ടായി നാണവും മാനവും ഒക്കെ കഷ്ടത്തിലാവുമ്പോൾ എന്തുണ്ടാവും? അപമാനം സഹിക്കുക വയ്യാതെ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യും? ദേഹം അവിടെ ഉപേക്ഷിക്കും. എന്തായാലും പരിപാടി തീരുമാനമായി. ഏത് പരിപാടി? ദേഹം ഉപേക്ഷിക്കുക എന്നുള്ള പരിപാടി തീരുമാനമായി. പിന്നെ ഇനിയിപ്പോൾ ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തേണ്ടതെന്നേ തീരുമാനമുള്ളൂ. അങ്ങനെയുള്ള ആദ്യം പരിപാടി വേണോ വേണ്ടേ തീരുമാനിക്കുക, പിന്നെ അത് എവിടെ വെച്ചിട്ടാണ് നടത്തേണ്ടതെന്നല്ലേ തീരുമാനിക്കണേ. ഭഗവാൻ ചിന്തിച്ചു ഇവിടുന്ന് വേണോ അവിടുന്ന് വേണോ എന്നാണ് ചിന്തിച്ചത്. ഇവിടുന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇവിടെ കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇല്ലല്ലോ. അവിടെ കത്ത് കൊടുത്ത് വരുത്തിയ ഒരു ഇഷ്യുണ്ടേ. അപ്പൊ അതുകൊണ്ട് പരിപാടി കേമാവും. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടി നടക്കുമ്പോൾ ആള് നടത്തി കാണുകയല്ലേ നല്ലത്. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയുണ്ട്. എന്തിനും അങ്ങനെയാണല്ലോ. പേശലമല്ലൊരു വസ്തു മുലകിൽ പ്രേക്ഷകരില്ലെന്നാൽ കാണാനാളില്ല. പിന്നെ എന്തിനത് കാണിച്ചു കൊടുക്കുന്നത്? അവിടെ ആവുമ്പം കാണാനും കുറെ ആളുണ്ടാവുകയും ചെയ്യും. പിന്നെ മാത്രല്ല കൂട്ടത്തില് ദക്ഷന് കുറച്ച് മരുന്നും കൊടുക്കാൻ. എന്തിനു മരുന്ന്? വാദത്തിന്റെയാ? അല്ലല്ല, വാദമൊന്നുമല്ല, വേറൊരു വയ്യായന്റെ അഹമ്മദിയെ അതിനുള്ള മരുന്ന് കൂട്ടത്തിൽ അങ്ങോട്ട് കൊടുക്കാം. രണ്ടിനും കൂടി ഒരു കാരണം ആവുമല്ലോ നിരീക്ഷിച്ചു. ഭഗവാൻ വേണ്ടിയില്ല. അപ്പൊ സതീദേവി നിരീക്ഷിച്ചു. മൗനം, ധിക്കാരൊന്നും കാണിച്ചില്ല. ഭഗവാന്റെ ആ മൗനം സമ്മതാണ് എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ദേവി എങ്ങോട്ട് പുറപ്പെട്ടു. നേരെ അങ്ങോട്ട് കുറച്ച് ഭൂതഗണങ്ങളൊക്കെ അത്യാവശ്യക്കാരൊക്കെ ദേവിയുടെ കൂടെ പോവുകയും ചെയ്തു, സതീദേവിയുടെ കൂടെ. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് അപ്പൊ ദൂരേന്ന് വന്നപ്പോഴേക്ക് ഇനി എന്താ തിരക്ക്? എല്ലാവരും പ്രപഞ്ചത്തിലെ യക്ഷകിന്നര ഗന്ധർവ കിംപുരുഷചാരണ വിദ്യാധര നാഗ ഋഷി എല്ലാവരും എവിടെ ഉണ്ട്? മനുഷ്യന്മാരെല്ലാവരും ഉണ്ട്. ഈ പരിപാടിക്ക് വന്നിരിക്കണോ? എന്താ ഇപ്പൊ പറയണ്ടു? സർവത്ര സകലരും ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നു. ആര് മാത്രമേ ഇല്ലായുള്ളൂ? രണ്ടാളെ ഇല്ലായുള്ളൂ. ഭഗവാൻ ശ്രീ പരമേശ്വരനും സതീദേവിയും ഒഴിച്ച് എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുന്ന സഭയിലേക്ക് സതീദേവി ഇങ്ങനെ വരുമ്പോ ദൂരേന്ന് വരുമ്പോ എന്ത് കണ്ടു? ആ യജ്ഞവാടത്തിന്റെ ഗോപുരം ഇങ്ങനെ കണ്ടു. അവിടേക്ക് അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് വല്യമ്മനോട് ഇരിക്കാൻ പറയൂട്ടോ, ഇപ്പൊ ഇവിടെ വന്നിട്ട് പറയേണ്ടി വരും. അപ്പൊ ഈ സതീദേവിയും കുട്ടികളും ഈ ഭൂതഗണങ്ങളും കൂടി അങ്ങോട്ട് ചെന്ന സമയത്ത് അടുത്തേക്ക് ചെന്നപ്പം ഈ സതീദേവിയുടെ അമ്മയും അതുപോലെ സഹോദരിമാര് 15 പേര് വേറെയുണ്ട്. എല്ലാവരും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ഗോപുരത്തിന്റെ മുമ്പില്. അവിടെ നിന്ന് അങ്ങത്തേക്ക് അങ്ങോട്ട് ചേറി ചെന്നപ്പം അവരെയൊക്കെ കണ്ടു, സന്തോഷമായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലേ വലിയ കുറെ കാലമായിട്ട് കാണില്ലേ, കുശലൊക്കെ പറഞ്ഞു. അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മേ എന്തൊക്കെയാ വർത്തമാനം? സന്തോഷല്ലേ? സുഖല്ലേ? സന്തോഷാണ്, സുഖാണ്. അപ്പൊ സതീദേവി അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അച്ഛൻ ഈ കൂട്ടത്തിലില്ലേ? അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, കുട്ടിയെ ആ പുക പോണത് കണ്ടു, അവിടുന്ന് ഒരു കുഴിയുന്ന ആ പുക പോണതിന്റെ അപ്പുറത്ത് കണ്ണ ആ കരി ഒളിച്ച സാധനം അച്ഛൻ എന്നും പറഞ്ഞു. ഇത് കുറെ ദിവസം ഈ പുക ഇങ്ങനെ പോവുകയാണേ. എന്ത് പുക? അവിടെ ഇങ്ങനെ ചകരി നനച്ച പുകയല്ലേ, നല്ല പുക പോണണ്ടേ. ഇവന്റെ കാര്യം പുകയാണ്. ഈ പുകാച്ച നമ്മുടെ നാട്ടിൽ എന്താ അർത്ഥം? അങ്ങനെ പറയില്ലേ? പുക പറഞ്ഞാൽ വിശേഷിച്ച് കാര്യമൊന്നും ഇല്ലാത്തതിന് ഈ പുക പറയും. പരിഹസിച്ച് പറഞ്ഞു എന്നൊരു തോന്നല് വേണ്ട. എന്താ വെച്ചിട്ടോ, യാഗമാണ് നടക്കണത് എന്നാണ് പുറത്ത് ബോർഡുമ്പിലൊക്കെ വെച്ചത്. നടക്കുന്നത് എന്താണ്? യാഗം ചെന്ത ഈശ്വര പൂജയോ ഈശ്വര നിന്ദയോ? അത് പറഞ്ഞോളൂ, തീരുമാനമായിട്ടാവും അടുത്തത്. യാഗം ഈശ്വര പൂജയാണോ ഈശ്വര നിന്ദയാണോ? ഈശ്വര പൂജയാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഈശ്വര പൂജയാണോ ഈശ്വര നിന്ദയാണോ? ഈശ്വര നിന്ദയാണ്. അപ്പൊ അതിന് യാഗം എന്ന് പറയാൻ വയ്ക്കുമോ? അപ്പൊ യാതാണ് ചകിരി നനച്ച പോക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ ആ പുക കൊണ്ട് കരുവാളിച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ട പുക കൊണ്ട കരുവാളിച്ച് വളഞ്ഞൊടിഞ്ഞൊക്കെ ഓരോ മുളയുടെ കമ്പ് പോലത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടല്ലേ, അതേപോലെ ഇങ്ങോട്ട് കരുവാളിച്ച മട്ടിൽ ആരും ഇങ്ങോട്ട് കയറി വന്നു. ദക്ഷ ഇങ്ങോട്ട് വന്നപ്പോ സതീദേവിയെ കണ്ടു. സതീദേവിക്ക് സന്തോഷമായി. അച്ഛനെ കുറെ കാലമായിട്ട് കണ്ടതല്ലേ. അടുത്തേക്ക് ചെന്ന് തൊഴാൻ പുറപ്പെട്ടപ്പോ സതീദേവിയോട് ഈ ദക്ഷൻ ചോദിച്ചു, താൻ വന്നു? തന്റെ ഭർത്താവ് മറ്റേ വാക്ക് പറയില്ല, വന്നില്ലേ ചോദിച്ചു. അയ്യോ, ഈ ചീത്ത വാക്കാ പറഞ്ഞത്, ചോട്ടലമാടൻ എന്നൊക്കെ പറഞ്ഞത് ചീത്ത വാക്കല്ലേ. അത് ഇങ്ങോട്ട് കേട്ടപ്പോ സതീദേവി
രണ്ട് ചെകിട്ട് അങ്ങോട്ട് പൊത്തി. പിന്നെ കേൾക്കാൻ വയ്യാച്ചട്ടെ. ആദ്യം അങ്ങനത്തെ ഒരു ദുഷ്ട വർത്തമാനം ആര് കേൾക്കണത്? ഹൈ, അപ്പോഴാണ് സതീദേവിക്ക് തോന്നിയത് കൈലാസത്തിൽ ഭഗവാൻ പറഞ്ഞ വാക്ക് പറഞ്ഞില്ലേ, എപ്പം ബോധ്യേ ഷോ എന്താണ് സതീദേവി നിന്ന നിപ്പിനെ പറഞ്ഞു, ഹേ ദക്ഷ പ്രജാപതി. അച്ഛന്ന് വിളിച്ചില്ല, ഉദ്യോഗ പേരാ വിളിച്ചത്. എന്ത് സ്കൂളിൽ പോയിട്ട് നമ്മുടെ അച്ഛൻ മാഷാനെ മാഷേ എന്ന് വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും? അച്ഛൻ മാഷാനെ. അപ്പൊ നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മളെന്താ വിളിക്കുള്ളൂ? വായ തോന്നിയത് വിളിക്കുകയോ? ഇല്ല, നമ്മൾ അച്ഛന്നല്ലേ വിളിക്കുക. എവിടെ കണ്ടാലും അച്ഛന്നല്ലേ വിളിക്കുള്ളൂ. നാട്ടുകാരെ മാഷേ എന്താ വിളിച്ചോട്ടെ. അപ്പൊ ആ ഒരു വ്യത്യാസമല്ലേ വിളിയില്. സതി വിളിച്ചു. എന്താ വിളിച്ചത്? ഹേ ദക്ഷ പ്രജാപതി. ഏതൊരു ഭഗവാന്റെ തൃപ്പാദം സേവിച്ചിട്ടാണോ ഈ ബ്രഹ്മാദി ദേവന്മാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യന്മാരായത്, ആ ഭഗവാനെയാണ് അങ്ങ് ഈ വിധത്തിൽ നിന്ദിച്ചത്. ഇതിന്റെ ഫലം അങ്ങ് അനുഭവിക്കാണ്ടിരിക്കില്ല എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നു. ഈശ്വര നിന്ദകനായ അങ്ങയുടെ മകളാണല്ലോ ഞാൻ ആലോചിക്കുമ്പം എന്നോടന്നെ ഒരു ജുഗുപ്സ തോന്നുകയാണ് എന്നും പറഞ്ഞു. ഇനി സതി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാ അവിടുന്ന് പുറപ്പെടുന്നത്. എന്താ വെച്ചാല്, ഇനിയിപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കൈലാസത്തിൽ ചെന്നാലേ ചിലപ്പം ഭഗവാൻ ഈ നേരെ പോക്കൊക്കെ പറയുമ്പോ ഒരു വിളിയുണ്ട്, ദാക്ഷായണി. ദാക്ഷായണി ചെന്തർത്ഥം ദക്ഷന്റെ മകളെന്ന്. ആ ദാക്ഷായണി എന്നുള്ള പേരും കൂടെ കേൾക്കുമ്പോ എനിക്ക് എന്ത് തോന്നും? ഈ ഈശ്വരനിന്ദകനായ ദുഷ്ടൻ ദക്ഷന്റെ മകളല്ലേ താന്ന് തോന്നും. അതുകൊണ്ട് ഇനി എനിക്ക് ആ പേര് വേണ്ട. ഈശ്വരനിന്ദകനായ അങ്ങയുടെ ശരീരത്തിൽ നിന്നുണ്ടായ എന്റെ ഈ ശരീരമായിട്ട് ഞാൻ ഇനി കൈലാസത്തേക്ക് പോവില്ല, അത് അങ്ങയുടെ പറമ്പിൽ കിടക്കട്ടെ എന്നും പറഞ്ഞ് സതീദേവി ആ യോഗശക്തിയിൽ യോഗധാരണ കൊണ്ട് തന്റെ ശരീരത്തെ അഗ്നി കൊണ്ട് അങ്ങോട്ട് ദഹിപ്പിച്ചു. യോഗാഗ്നിയിൽ ദഹിപ്പിച്ച് സതീദേവി പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ എന്താണ്ടായത്? ശിവപാരിഷദന്മാര് ദേവിയുടെ കൂടെ വന്നവര് കുറെ പേരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ആരുടെ നേരെ ചെന്നു? ദക്ഷന്റെ നേരെ ചെന്നു. ദക്ഷന്റെ നേരെ ചെന്നു വെച്ചാലും അവിടെ ഭൃഗു മഹർഷി ഒരു മഹർഷി ഉണ്ടല്ലോ, ഇദ്ദേഹം അവിടെ ഹോമകുണ്ടത്തില് ചില വിശേഷ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഹോമിച്ചു. അപ്പൊ ഈ ഹോമകുണ്ടത്തിൽ നിന്ന് ഋഭുക്കള് എന്ന പേരായ കുറെ ദേവതമാര് വന്നു. ഋഭുക്കള് എന്ന് അവരുടെ പേര്. ഈ ഋഭുക്കള് ദേവതമാരെന്ത് ചെയ്തു? എല്ലാവരും കൂടി ഈ ശിവപാരിഷദന്മാരുടെ നേരെ ചെന്നു. ഈ ശിവപാരിഷദന്മാരായിട്ടുള്ള യുദ്ധത്തിൽ അവര് തോറ്റു. ശിവപാരിഷദന്മാര് തോറ്റു. എന്തേ കാരണം എന്നറിയൂ? അവർക്കറിയില്ലല്ലോ. ഈ സതീദേവിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു രാവിലെ പോരുമ്പോ അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന് 10 ആളെ കൂട്ടി വരാറുന്നു. അതൊന്നും ഉണ്ടായില്ല. സതീദേവി പറഞ്ഞതുമില്ല. പോരുമ്പോ സാധാരണ കൊടയും ബാഗൊക്കെ പിടിക്കണവരാ കൂടെ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഏതാണ്ട് റിട്ടയർമെന്റ് ഹെൻസ് ആണ്. ഇനി ചെറുപ്പക്കാരെയൊന്നും കൂട്ടിയില്ല. യുദ്ധം ചെയ്യാനൊക്കെ നല്ല ഉശിരുള്ളവർ വേണ്ടേ? അവരതൊന്നും കണക്കാക്കാണ്ടല്ലേ പോകുന്നത്. ഇതിപ്പോ എന്താ അത് പറയേ, കഷ്ടായി പോയി. അങ്ങനെ ശിവപാരിഷദന്മാര് തോറ്റിരി. സ്ഥിതി ഇപ്പൊ എങ്ങനെയാ? സതീദേവി പോയി, ശിവപാരിഷദന്മാരെ ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അക്കാലത്ത് കൈലാസത്തിൽ ഉച്ചയ്ക്ക് 2:45 ഭഗവാന്റെ വക വേദാന്ത ക്ലാസ് ഉണ്ട്. ഈ വേദാന്ത ക്ലാസ് ആർക്കാന്ന് ചോദിച്ചാൽ അത് മഹർഷിമാർക്കുള്ള ക്ലാസ്സാണ്. വലിയ വലിയ മഹർഷി, സാധാരണക്കാർക്കല്ല, മഹർഷിമാർക്കാണ്. ഈ സാധാരണ ബ്രഹ്മർഷിമാര്, ദേവഋഷിമാരെന്നൊക്കെ പറഞ്ഞ ഋഷിമാരില്ലേ, അവരൊക്കെ ഉണ്ട്. സനകാദി മഹർഷിമാര്, നാരദാദി മഹർഷിമാരൊക്കെയാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അതിൽ സനകാദികളൊക്കെ അവിടെ കൈലാസത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക. നാരദര് പിന്നെ താമസിക്കില്ല. അദ്ദേഹം അങ്ങനെ സീസൺ ടിക്കറ്റാ, പോയിട്ട് വരും. അങ്ങനെ നാരദ മഹർഷി കൈലാസത്തിലേക്ക് പോവുക. ഈ ഭഗവാന്റെ ഉപദേശം കേൾക്കാനായിട്ട് പോകുമ്പോഴാണ് വഴിയിൽ എന്ത് കണ്ടത്? വണ്ടി ബ്ലോക്ക് ആവൂലോ പരിപാടി നടന്നതിന്റെ. അപ്പോഴാണ് അറിഞ്ഞത് സതീദേവി ദേഹോപേക്ഷിച്ചു. നാരദര് കൈലാസത്തിൽ വന്നപ്പോ പറയുകയും ചെയ്തു, സതീദേവി ദേഹോപേക്ഷിച്ചു പോയി ഭഗവാനെ എന്ന്. ഇത് കേട്ടപ്പം ഭഗവാൻ ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് തന്റെ ജടയുണ്ടല്ലോ, ജട കെട്ടഴിച്ച് നിലത്തേക്ക് അങ്ങോട്ട് അടിച്ചു. ഈ ജട അടിച്ചതിക്കുന്ന ഒരു ഭീകര സ്വരൂപം അങ്ങോട്ട് പുറത്തേക്ക് വന്നു. ആ ഭീകര സ്വരൂപം കയ്യിലൊരു വാളും പിടിച്ചിങ്ങോട്ട് വന്നിട്ട് ഭഗവാന്റെ കാലിക്കൽ അങ്ങോട്ട് നമസ്കരിച്ചപ്പം ഭഗവാൻ പറഞ്ഞു, ഹേ വീരഭദ്ര. എന്താ പേര്? വീരഭദ്രൻ. ഹേ വീരഭദ്ര, നീയേ എണീട്ടോളോ, നീയും ഞാനും തമ്മിൽ ഭേദമില്ലാന്ന് കൂട്ടിക്കോളോ, എണീട്ടോളൂ എന്നും പറഞ്ഞു. വീരഭദ്രൻ നീട്ടു. വീരഭദ്രനോട് പറഞ്ഞു, നേരെ അങ്ങോട്ട് ചെല്ലുക, ദക്ഷന്റെ യാഗശാലയിൽ ചെന്നിട്ട് യാഗശാല ഒന്ന് ശുദ്ധം വരുത്തുക. എന്ത് വരുത്തുക? ഒന്ന് ശുദ്ധം വരുത്തിക്കോളൂ. യാഗശാല ഒന്ന് ശുദ്ധം വരുത്തുക. ദക്ഷന് കുറച്ച് മരുന്നും കൊടുക്കുക, ഒരു പൊതി കഷായത്തിന്റെ. മാറട്ടെ വയ്യായ എന്ന് പറഞ്ഞു. ആ കാര്യം മനസ്സിലായി ആർക്ക്? വീരഭദ്ര മഹാവിദ്വാനാണേ. അദ്ദേഹം കാര്യം മനസ്സിലാക്കി ഭൂതഗണങ്ങളോട് കൂടിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. ഈ ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ഈ വീരഭദ്രനും കൂട്ടരും യജ്ഞശാലയ്ക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. യജ്ഞശാല അവര് തകർത്തു പൊട്ടിച്ചോടി. എല്ലാവരും മഹർഷിമാരെ കൂട്ടി രക്ഷപ്പെട്ടു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി തകർത്ത് തരിപ്പണാക്കിയവരെല്ലാം. എല്ലാം തകർത്ത് കഴിഞ്ഞപ്പം ഈ കൂടെ വന്നോർക്ക്, ഈ ഭൂതഗണങ്ങളിൽ ചിലർക്കൊക്കെ ഒരു ശങ്ക. മനസ്സിലായില്ല? ഇപ്പൊ അത് മൈക്കിൽ കൂടി പറയേണ്ടി വരും. മൂത്രശങ്ക. ഇപ്പൊ അത് പറഞ്ഞു വൈകുന്നേരമാവും. അതുണ്ട് ഒരു ചെറിയ മൂത്രശങ്കേ ഇവർക്കൊക്കെ ഉണ്ട്. പോരുമ്പോളേ ഉണ്ട്.
അതിപ്പോ അവിടെ തീർക്കാൻ നിരീക്ഷിച്ച് പുറപ്പെടുമ്പോഴാണ് വണ്ടി പുറപ്പെട്ടു പറഞ്ഞ് എല്ലാവരും കൂടി വണ്ടിക്ക് കയറിയതാ. അപ്പൊ ഇവിടെ വന്ന് ഇത് ഈ പരിപാടിയിലായതുകൊണ്ട് ഒന്നും തോന്നിയതുമില്ല. പരിപാടി കഴിഞ്ഞാലേ നമുക്ക് എന്ത് തോന്നുക, ഞാൻ തോന്നുക അപ്പളാ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ തോന്നുമോ? നമ്മളെ മനസ്സും ശരീരമൊക്കെ അങ്ങോട്ട് മറന്ന് ഓരോട്ടം അങ്ങോട്ട് പുറപ്പെട്ട ഒന്നും തോന്നില്ല. കഴിഞ്ഞൊന്ന് വിശ്രമിക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലേ. ഇവര് പണി കഴിഞ്ഞപ്പോ ഇവർക്ക് ഇങ്ങനെ കുറേശ്ശെ ശങ്ക തോന്നി. അപ്പോഴേ ഇത് തീർക്കുക എന്ന് ഇങ്ങനെ നോക്കിയപ്പോ അവരെന്ത് ചെയ്തു, ആ ഹോമകുണ്ടം കണ്ടു. കുണ്ടേഷോ അമൂത്രയൻ കേജിൽ. ശ്ലോകം ചൊല്ലിയത് എന്തിനാന്ന് വെച്ചോണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ തലയിലാവും. ഇപ്പൊ പറഞ്ഞതിന്റെ നമുക്ക് തോന്നിയത് പറഞ്ഞതാണ്, നമ്മൾ തോന്നിയതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളത് തന്നെയാണ്. കുണ്ടേഷു അമൂത്രയൻ കേജിൽ. ചെന്തർത്ഥം കുണ്ടത്തിലൊക്കെ ചില മൂത്രം ഒഴിച്ചു പോകുന്നു. അത് എന്താ ചണ്ടോ, അപമാനല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യാഗം ചെണ്ട ഈശ്വര പൂജയാണ്. ഇവിടെ നടക്കണതോ ഈശ്വര നിന്ദയാണ്. ഈശ്വര നിന്ദയ്ക്ക് പുറപ്പെട്ട ഈ കുണ്ടം യാഗത്തിന് പറ്റില്ലല്ലോ. അത് എന്തിനേ പറ്റുള്ളൂ, അതിങ്ങനെ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ എന്ന് കാണിക്കാനുള്ള ഒരു സിംബോളിക് ഒരു പ്രതീകാത്മക പരികല്പനയാണത്. പ്രതീകാണത്. അവിടെ ഇതിന് പറ്റില്ല എന്ന് കാണിക്കും. യാഗം കഴിക്കണമെങ്കിൽ വേറെ ഹോമകുണ്ടം ശുദ്ധം വരുത്തി വേറെ ഉണ്ടാക്കണം. തൻ്റെ ഈ കുണ്ടത്തിന് ശുദ്ധം പോരാ. ശുദ്ധം ചാർത്ഥം എന്താ, ബാഹ്യമായ ശുദ്ധിയല്ല, ഇവിടെ ആന്തരികമായ ശുദ്ധിക്ക് ഭാവശുദ്ധി എന്ന് പറയും. എന്താണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഏതിനും നമ്മൾ പുറപ്പെടുമ്പോൾ ചില ശുദ്ധമൊക്കെ നോക്കണം. എന്താ ശുദ്ധം? ഒന്ന് വസ്തുശുദ്ധി. എന്താണ്? ഒന്ന് വസ്തുശുദ്ധി, രണ്ട് ക്രിയാശുദ്ധി, മൂന്ന് ഭാവശുദ്ധി. ചെന്തർത്ഥം? വസ്തുശുദ്ധി, നമ്മൾ പൂജ കഴിക്കുക. കണ്ട വസ്തുക്കൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പൂജ കഴിച്ചാൽ എത്ര നല്ല മന്ത്രം ചൊല്ലിയിട്ടും കാര്യം, എന്തൊക്കെ ചില ക്രിയ ചെയ്തിട്ടും കാര്യം ശുദ്ധാവില്ല. എന്താ വസ്തുശുദ്ധി? ഇല്ല. ശരിയല്ലേ? രണ്ടാമത്തേത് ക്രിയാശുദ്ധി. നല്ല വസ്തുവാണ്, നല്ല ഭാവമുണ്ട്, പക്ഷെ ക്രിയ ഒന്നും നിശ്ചയില്ല. നമ്മൾ അത് ഇതൊക്കെ ഇങ്ങനെ അപ്പോഴും എന്തായി, ക്രിയാശുദ്ധി പോരാ. അപ്പൊ അതുകൊണ്ട് അത് വശകായി. ഇനി വസ്തുവും നല്ല തന്നെയാണ്, ക്രിയയും നന്ന്, ഭാവം മഹാമോശ. ഭാവം ചൽ ഹൃദയം ശുദ്ധല്ല. അങ്ങനെ ചെയ്താൽ എന്താവില്ല, ക്രിയ നേരെയാവില്ല. അപ്പൊ 3 തരത്തിൽ ശുദ്ധം വന്നാലേ എന്ത് നേരെയാവുള്ളൂ. ഇപ്പൊ ദക്ഷന്റെ വസ്തു നന്നാവുകയിരിക്കും, ക്രിയയും നന്നാവുകയിരിക്കും. എന്ത് നല്ലതല്ല, ഭാവം ശുദ്ധല്ല. അതുകൊണ്ട് ഇത് ക്രിയ മോശമാണ്. അപ്പൊ 3 ശുദ്ധി നോക്കണം. ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ ഈ യജ്ഞശാലയൊക്കെ തകർത്തൂലോ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു വരികച്ചാൽ ഇവിടെ പറയും ഭൃഗുംബന്ധമണിമാൻ. മണിമാൻ എന്ന പേരായ ഒരു ശിവപാരിഷതൻ എന്ത് ചെയ്തു, ഭൃഗു മഹർഷി ഉണ്ടല്ലോ, അറിയില്ലേ ഭൃഗു മഹർഷി? നമ്മുടെ ആ ഭൃഗു മഹർഷിയും കിட்ட പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ താടി മീശയൊക്കെ കൂടി ഇങ്ങോട്ട് ചുറ്റി കിட்ட പിടിച്ചിട്ട് കൊടഞ്ഞൊരു വലി. ഭൃഗു മഹർഷി ക്ലീൻ ഷേവ്, ഒരു രോമം മുഖത്തില്ല. അദ്ദേഹത്തിന് ഇനി ബാർബർ ഷോപ്പ് അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. എങ്ങനെ ചെയ്താലും 1-2 അവിടെ ഇവിടെ ഉണ്ടോ, അതൊന്നുമില്ല. വെടുപ്പായി. ആരുടെ? എന്താ കാരണം എന്നറിയൂ? പണ്ട് ഭഗവാനെ ദക്ഷൻ നിന്ദിക്കുമ്പം ഈ താടിയും തടവി പരിഹസിച്ചതിന് കൂട്ടുനിന്നവനാണ് ആര്? ഭൃഗു. അതുകൊണ്ടാണ് താടിയും മീശയൊക്കെ പറിച്ചെടുത്തത്. അത് കഴിഞ്ഞു. അപ്പോൾ ആ വേറെ ഭഗം നന്ദീശ്വരോ ഗ്രഹീൽ. ഭഗൻ എന്ന പേരായിട്ടൊരു ശിവപാരിഷതുണ്ട്. ഈ ശിവപാരിഷതൻ ഇങ്ങനെ ഓടുകയാണേ, അവനെ ഇങ്ങോട്ട് പിടിച്ചു, നന്ദികേശ്വരൻ ഇങ്ങോട്ട് പിടിച്ചു. എന്താ ഈ ഭഗന്റെ പ്രത്യേകത? പണ്ട് ഭഗവാനെ ദക്ഷൻ നിന്ദിക്കുമ്പം കണ്ണോണ്ട് ഇങ്ങനെ കേമാവണോ എന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ച് പ്രോത്സാഹിപ്പിച്ചവനാണ് ആര്? ഭഗൻ. ആ ഭഗന്റെ കണ്ണ് രണ്ടും നന്ദികേശ്വരൻ പിഴുതെടുത്തു എന്നാ പറയാ. അത് കഴിഞ്ഞു. പിന്നെയോ ചണ്ഡീശ പൂഷണം ദേവം. ചണ്ഡികേശ്വരൻ എന്ന പേരായ ഭഗവാന്റെ പാരിഷതൻ പൂഷാവ് എന്ന് പറഞ്ഞൊരു ദേവൻ ഉണ്ടായിരുന്നു. ഈ പൂഷാവ് എന്താ ചെയ്തു വെച്ചാൽ ഭഗവാനെ ദക്ഷൻ നിന്ദിക്കുമ്പം ഈ പൂഷാവ് പല്ലിളിച്ച് കാണിച്ചിരുന്നിട്ട്, തന്റെ പല്ലെങ്ങനെ കാണിച്ചിരുന്നിട്ടേ ചിരിച്ച് ആവട്ടെ കേമാവണോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവൻ ആ പൂഷാവ്. ഈ പൂഷാവിനെ ചണ്ഡീശൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ കൈ ഇങ്ങോട്ട് പരത്തിയിട്ട് മുഖത്തൊന്നും അങ്ങോട്ട് കൊടുത്തു. എന്നിട്ടൊരു കിണ്ടി വെള്ളവും കൊടുത്തു. പുലിക്കൊഴിഞ്ഞ് തുപ്പാൻ പറഞ്ഞു തെങ്ങിന്റെ ചോട്ടിലേക്ക്. തുപ്പിയപ്പോ 33 മിറ്റത്ത് നാവൊന്ന് വട്ടത്തിൽ ഇങ്ങോട്ട് നടത്തിയപ്പം നല്ല മിനുസം, തടസ്സവും ഇല്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവുമ്പോഴാണ് ഒന്നുമില്ല, നല്ല മിനുമിനാന്നിരിക്കണു. ആലോചിച്ച് നോക്കൂ. അതും 33 പോയി. 32 അല്ലേന്ന്. അല്ല പിന്നെ 1 അധികണ്ടേ. ഓക്കെ പോയി, കഥ പോയി. ഇവന്റെയൊക്കെ കാര്യം. അപ്പൊ ദക്ഷനാച്ചാൽ ഓടുകണേ, പരക്കമ്പാഞ്ഞ് ഓടുകയാണ് രക്ഷയ്ക്ക്. വീരഭദ്രൻ പിന്നാക്കം ഓടി ചെന്നിട്ട് വഴിയിലിട്ട് പിടിച്ചു, മലർത്തി അങ്ങോട്ട് കടത്തിയിട്ട് പൂമുഖത്തെ സോഫയമേ കയറിയിരിക്കണ മാതിരി എന്റെ നെഞ്ചത്ത് അവിടെ അങ്ങോട്ട് കയറിയിരുന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന വാളോണ്ട് ദക്ഷന്റെ കഴുത്ത് ഇങ്ങനെ വീരഭദ്രൻ ഇങ്ങനെ കിറുകിറ 1/2 മണിക്കൂർ മുറിച്ചു. അപ്പൊ ഏതാണ്ട് കഴിഞ്ഞു നിരീച്ച് നോക്കിയപ്പം തൊലി പോലും സ്കിൻ തിക്നെസ് അല്ലേ, അല്ലാത്ത ജാതി തൊലിക്കട്ടി തന്നെ. തൊലിക്ക് പോലും ഒരു പരിക്ക് പറ്റിയിട്ടില്ലേ. അപ്പോൾ ആലോചിച്ചു, എന്താ അപ്പത് മുറിച്ചിട്ട് മുറിയായ
ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴല്ലേ അകത്തൊരു വെളിപാടുണ്ടായി. എങ്ങനെ ഇങ്ങനെയാണോ വീരഭദ്ര അവനെ കൊല്ലേണ്ടത്? അല്ല അങ്ങനെയല്ല. വേഗം കിട്ടി വിവരം. എന്താ, നമ്മൾ ഈ തെങ്ങിന്റെ മുള്ളിക്ക് പിശാത്തില്ലാണ്ട് തെങ്ങിന്റെ മുള്ളിക്ക് കയറിയാൽ എങ്ങനെ ഇളനീര് കരിക്ക വീഴ്ത്തണത് എങ്ങനെയാ? ഒന്നും ആരും കണ്ടിട്ടില്ല. തെങ്ങിന്റെ മുകളിലേക്ക് പിശാത്തി വെട്ടേത്തി ഒന്നും എടുക്കാട്ടെ കയറിപ്പോയി, അങ്ങോട്ട് കയറിപ്പോയി. ഒരു കരിക്ക വീഴ്ത്തണം. എങ്ങനെ വീഴ്ത്തുക? തിരിച്ച് അങ്ങനെയല്ലേ വീഴ്ത്തണത്? അതേ ജാതി സമ്പ്രദായത്തിൽ ഇപ്പൊ എന്റെ തല തിരിച്ച് ഭൗം ആ ഹോമകൂട്ടത്തിൽ കിട്ടും. ദക്ഷണാശ്വാസം അത് പോയില്ലോ. ഏത് കൊണ്ടടക്കാൻ ഭാരമുള്ള സാധനം പോയില്ലോ, അത് പോയി എന്നാണ്. സമാധാനം. അങ്ങനെ പറയണ്ട, എല്ലാം തകർത്ത് തരിപ്പണാക്കി. ഇപ്പൊ എന്തേപ്പം പറയണ്ടു? ഒക്കെ ബഹളം പേടിച്ച് പറച്ചിട്ട് ദേവന്മാരൊക്കെ ഇനി നമ്മുടെ നേരെ തിരികെ പറ്റുള്ളിച്ചിട്ട് ദേവന്മാരെല്ലാരും കൂടി വെപ്രാളം കൊണ്ട് ഉള്ളിലിങ്ങനെ ദണ്ണം കലശലായിട്ട് വിഷമിച്ചിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവ രക്ഷിക്കണേ പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, മിണ്ടാണ്ട പോയിക്കോളൂ ഇവിടുന്ന്. വേണ്ടാത്ത ഒരു കൂട്ടം കാണിച്ചിട്ട് കഷ്ടത്തിലായാൽ ഒടുക്ക അവിടേക്ക് വരും. നീ വേണ്ടാത്തരം ചെയ്യാൻ പോകുമ്പോ ഇവിടേക്ക് വരുമോ ചോദിക്കാൻ? ഇല്ല. ഒക്കെ കഴിഞ്ഞാലും ഒടുക്ക ഇവിടേക്ക് വരിക പരിഹാരത്തിന്. ഇവിടേക്ക് വരണ പോയിക്കോളൂ. ദേവന്മാര് പോണില്ല. പിന്നെയും നിലവിളിക്കണേ, രക്ഷിക്കണേ. ഭഗവാൻ പറഞ്ഞു, രക്ഷയില്ല. പറ്റില്ലേ, രക്ഷിക്കണേ. ഒട്ടുക്ക നിവൃത്തിയില്ല എന്ന് കണ്ടപ്പം ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, കൈലാസത്തേക്ക് അങ്ങോട്ട് ചെന്നോളൂ. അവിടെ ചെന്നിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ എന്ന് നമസ്കരിച്ചോളൂ എന്നും പറഞ്ഞു. കൈലാസത്തേക്ക് ചെന്നോളൂ, ഭഗവാനെ നമസ്കരിച്ചോളൂ എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ ദേവേന്ദ്രാദി ദേവന്മാരുടെ മുണ്ടൊക്കെ നല്ലോണം നനഞ്ഞ് മുറ്റത്ത് കൂടി ഇങ്ങനെ ഒഴുകുക. എന്തായിരിക്കും കൈലാസത്തിലെ കഥ? അങ്ങോട്ട് ചെന്നാൽ ആ മൂന്നാമത്തെ കണ്ണൊക്കെ തുറന്നും പിടിച്ചിങ്ങനെ നിൽക്കണ്ടാവും. നമ്മളിപ്പോ അതിലേക്ക് ഈയാമ്പാറ്റ വിളക്കിലേക്ക് ചെന്ന് ചാർന്ന മാതിരി ഭം എന്ന് പറഞ്ഞ ശബ്ദമേ കേൾക്കുള്ളൂ. പുകഞ്ഞ് പൊടിയായി പോവാനല്ലേ ഉണ്ടാവുള്ളൂ. പേടിച്ചിട്ട് വയ്യേ, അയ്യോ കഷ്ടാണേ, പേടിയാവണോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. എന്നാ നിലവിളിച്ച് ഇവിടെ നിന്നോളൂ എന്നും പറഞ്ഞു. ആരോട്? ദേവൻ. അയ്യോ വയ്യേ എന്നാ പൊയ്ക്കോളൂ കൈലാസത്തേക്ക്, എന്നാ നിവൃത്തി ഉണ്ടാവും എന്നും പറഞ്ഞു. ഒട്ടുക്കം ഒരു തീരുമാനം ഉണ്ടായി. ഇനിയിപ്പോ പോവാണ്ട പറ്റില്ല എന്നായപ്പോ ദേവന്മാരെല്ലാരും കൂടി ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം എന്നും പറഞ്ഞു. ഇവിടേക്ക് കൈലാസത്തേക്ക് പോകുമ്പോഴേ അതെന്തിനാത്? അതായത് ഈ മുമ്പില് ഒരു വീതി കൂടിയ പുറമുണ്ടെങ്കിൽ കുറെ കതുമ കഴിയും, പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. ശരിയല്ലേ? ഇത് കുറച്ചൊക്കെ മുമ്പിൽ നിൽക്കണോന്റെ തലയിൽ കഴിഞ്ഞതിന്റെ ശേഷമല്ലേ പിമ്പിക്ക് വരുള്ളൂ. അപ്പൊ മുമ്പിൽ അങ്ങ് വേണം, ഒരു ഉത്തരവാദിത്തം അല്ലേ നിൽക്കാനായിട്ട്. ആദ്യം ബ്രഹ്മാവ് കൂട്ടാക്കിയില്ല. ബ്രഹ്മാവ് പിന്നെ എന്താ വെച്ചാൽ അയ്യോ ഭാവക്കാരൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആദ്യമൊക്കെ ഇങ്ങനെ വയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒടുക്കങ്ങട് അശാവണ ജാതി ആൾക്കാരില്ലേ, അയ്യോ ഭാവക്കാര്. അങ്ങനെ ബ്രഹ്മദേവൻ ഒടുക്ക സമ്മതിച്ചു. ശരി പോന്നോളൂ എന്നും പറഞ്ഞ് ദേവന്മാരെയൊക്കെ കൂട്ടി മുമ്പില് ബ്രഹ്മദേവനും പുറപ്പെട്ടു. പിന്നെ ബ്രഹ്മദേവൻ മുമ്പിലും പിമ്പില് ദേവന്മാരും കൂടി ചെന്നു. ഈ പോണ സമയത്താണെങ്കിലോ ബ്രഹ്മദേവൻ പറഞ്ഞു, ഉറക്കെ ചൊല്ലിക്കോളൂ, ഹരഹര മഹാദേവ ഹരഹര മഹാദേവ ഹരഹര മഹാദേവ. അതൊന്നും ദേവന്മാർക്ക് അങ്ങനെ ചൊല്ലി ശീലമില്ല. അവർക്ക് ആകെ ശീലമുള്ള ഒരു മന്ത്രം എന്താന്ന് ചോദിച്ചാൽ ഉർവശിയെ മേനകേരം ഭേദിലോത്തമേ. ഇതാണ് അവിടുത്തെ പ്രധാന മന്ത്രം. ഇവർക്ക് ശീലമുള്ളൂ, മറ്റൊന്നും ചൊല്ലി ശീലമില്ല. ഇപ്പൊ ബ്രഹ്മാവ് ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലിച്ചത് കാരണം കുറേശ്ശെ നേരെയായി വരുന്നുണ്ട്. അങ്ങനെ നാമം ജപിപ്പിച്ച് കൊണ്ടുപോയി കൈലാസത്തേക്ക് അങ്ങോട്ട് ചെന്ന്. പേടിച്ചിട്ടാ പോണത്. കൈലാസത്തിൽ ഇവര് ചെന്ന സമയത്ത് കണ്ട കാഴ്ച എന്താണെന്നറിയാം? അതല്ലേ കാണേണ്ട കാഴ്ച. അമ്പോ ഒന്നും പറയണ്ട. തസ്മിൻ മഹായോഗമയേ മുമുക്ഷു ശരണേ സുരാഹ ദദൃശോ ശിവമാസീനം തെക്കതാമരിഷമിവാന്തകം. കൈലാസത്തില് ആ ഋഷീശ്വരന്മാരുടെ നടക്ക് അവർക്കൊക്കെ ഉപദേശം കൊടുക്കുന്ന രീതിയിൽ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരൻ ഇങ്ങനെ ഇരിക്കണോ, ജ്ഞാനസ്വരൂപനായിട്ടിരിക്കണേ, വളരെ പ്രസന്നവദനായിട്ടിരിക്കണേ ഭഗവാനെ, ശിവസ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ ചെന്നങ്ങോട്ട് നമസ്കരിച്ചു. ദേവന്മാരെല്ലാരും കൂടി നമസ്കരിച്ചപ്പം ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബ്രഹ്മദേവ എന്തേ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ട് പുറപ്പെടാൻ? എന്താ വിശേഷം? ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ? ദേവേന്ദ്രൻ മുണ്ട് പിഴിയണം അപ്പുറത്തുനിന്ന്. അപ്പോഴാണ് ചോദിക്കണത് എന്താ വിശേഷം എന്ന്. ആലോചിച്ചു, എന്താ അല്ലേ കഥ, എന്താ വിശേഷം? ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായേ, കഷ്ടാണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീപരമേശ്വര ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അതാണല്ലേ നാഗം പ്രജേശബാലാനാം വർണ്ണയേ നാനു ചിന്തയേ. എന്താ പറഞ്ഞ മറുപടി? എന്താ പറഞ്ഞത്? ഹേ പ്രജേശ ബ്രഹ്മദേവ, നാഗം പ്രജേശ ബാലാനാം വർണ്ണയേ നാനു ചിന്തയേ. കുട്ടിയോൾ അന്തല്യായ കാണിച്ച നമ്മൾ കണക്കാക്കുവോ ബ്രഹ്മദേവ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? കുട്ടികൾ ഇങ്ങനെ അന്തല്യായ കാണിച്ചാലേ നമ്മൾ കുട്ടികളിപ്പോ കളിക്കുമ്പോ ജനാലയുടെ ചില്ലിന് പന്തങ്ങട് വന്നു കൊണ്ടങ്ങട് പൊട്ടി നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ പിടിച്ച് തല്ലി കൊല്ലുകയല്ലേ. പണ്ടൊന്നും ചെയ്യില്ലേ. പണ്ട് ആ കുട്ടികളല്ലേ കളിക്കട്ടെ, അങ്ങനെ ഇപ്പൊ കളിക്കാൻ പറ്റും? പറ്റില്ല, കുട്ടികൾ കളിക്കട്ടെ, ചില്ലിന്റെ കഷ്ണല്ലേ, നമുക്ക് വേറെ വാങ്ങി വെക്കാം, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത്
ശരിയല്ലേ ഇത്? കുട്ടികൾ അങ്ങനെ ഓരോ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ണുരുട്ടുക എന്നല്ലാതെ കണ്ട് അതൊക്കെ എങ്ങനെ കണക്ക് കൂട്ടി വെക്കുകയോ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. ബാലാനാം എന്നൊരു പ്രയോഗം ഉണ്ട് അതിൽ. എന്താ പറഞ്ഞത്? ബാലാനാം. ബാലന്മാരെ ചെന്താ? കുട്ടികൾ തന്നെ. നമ്മൾ കുട്ടികളെ പറയില്ലേ, കുട്ടികളുടെ കഥയിലായ നമ്മളെ കണക്കാക്കുമെന്ന്. അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞു, ഭൃഗുവിന്റെ താടി പോയി, ഭഗന്റെ കണ്ണ് പോയി, പൂഷാവിന്റെ പല്ല് പോയി, ദക്ഷന്റെ മുഴുവൻ പോയി. അങ്ങനെയാണൊക്കെ പോയതുണ്ടേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓ അങ്ങനെ ഉണ്ടല്ലേ, ഭൃഗുവിനൊക്കെ ഞാൻ നല്ല ഒന്നാന്തരം താടി പണ്ട് കൊടുത്തതായിരുന്നു, അതുകൊണ്ട് ഈശ്വരനിന്ദ അല്ലേ ചെയ്തത്, ഇനിയിപ്പൊ ഞാനൊരു താടി കൊണ്ടുപോയി കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഭഗവാൻ മുട്ടനാട് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവിടേക്ക് എന്താ പറയുന്നത്? മുട്ടനാട് എന്നല്ലേ പറയുന്നത്? ആ നാടില്ലേ മുട്ടനാട്, അതിന്റെ താടി ഉണ്ടല്ലേ, 5-8 രോമം ഉണ്ടാവും. അതിങ്ങനെ നീണ്ട് പെരുമ്പാവൂരിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്യും, ഇങ്ങനെ വളഞ്ഞിട്ട്. കണ്ടിട്ടില്ലേ? ആചാര്യ താടി കൊണ്ടുവന്നിട്ട് എന്തിനു പിടിപ്പിച്ചു? ഈ ഭൃഗുവിനെ പിടിപ്പിച്ചു കൊടുത്തു. ഭൃഗുവിനോട് ചോദിച്ചു, ഇത് പോരെ ചോദിച്ചു. ഭൃഗു പറഞ്ഞു, ഇത് മതി, ട്രേഡ് മാർക്ക് ഇത് മതി എന്നും പറഞ്ഞു. അടയാളാണല്ലോ. ഇപ്പൊ ഭൃഗു താടി തൊടുമ്പോ നമശിവായ നമശിവായ, താടി തൊട്ടാ നമശിവായ വരും. നമ്മൾ നമശിവായ പെട്ടിയുടെ സ്വിച്ച് പോലെ. നമ്മൾ നല്ല പെട്ടി ഉണ്ടല്ലോ, നമശിവായ പെട്ടി, അമ്മേ നാരായണ പെട്ടി, 1 നാരായണായ പെട്ടി, എവിടെ പോയാലും കിട്ടും. അത് ആ മൂലയിൽ കുത്തി വെച്ചിട്ട് സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് എവിടെ പോയി എന്ത് നോണയും പറയാം. എന്താ കാരണം? പണ്ടൊക്കെ നാമം ചൊല്ലി കഴിഞ്ഞിട്ട് വേണം വടക്കേ വേലിക്ക് പോയിട്ട് പറയാൻ. ഇപ്പൊ രണ്ടും കൂടി എന്തല്ലേ ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതി. ആലോചിച്ചോക്കോ. അച്ഛാതി പെട്ടിയുടെ സ്വിച്ച് അമർത്തിയാൽ രാത്രിയോ പകലോ ഉച്ചയ്ക്കോ നട്ടുച്ചയ്ക്കോ മരിച്ച വീട്ടിലോ ജീവിച്ച വീട്ടിലോ ഒന്നൊന്നുമില്ല. അതെങ്ങനെ എന്ന് പറഞ്ഞ മതി. താടി തൊട്ടാ നമശിവായ നമശിവായ. ഭൃഗുപ്പം അതിനെ നേരമുള്ളൂ, ആ മട്ടായിട്ട് തീർന്നു. അപ്പോഴാണ് ഭഗനെ മുമ്പിക്ക് നിർത്തി. ഭഗന്റെ കണ്ണ് പൊയ്യേ എന്നും പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭഗ എല്ലാവർക്കും കൊടുത്തതിനേക്കാളും കേമായ കണ്ണാ തനിക്ക് തന്നത്. അതിപ്പോ കഥയിലുണ്ടോ? ഇല്ല, കഥയിലായോണ്ട് പോയില്ലേ. ഇപ്പൊ ഒരു കാര്യം ചെയ്യുക, തനിക്ക് സ്വന്തമായിട്ട് കണ്ണ് വേണ്ട, താൻ ഇനി മിത്രന്റെ നേത്രത്തിൽ കൂടി നോക്കിയാൽ മതി എന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ അന്യന്റേതാവുമ്പം അങ്ങനെയാണല്ലോ. ഇപ്പൊ മിത്രൻ രാവിലെ എണീറ്റ് പല്ലേപ്പും കുളിയും കഴിഞ്ഞ് ദോശയും കഴിക്കൽ കഴിഞ്ഞ് എന്ത് ചെയ്തോളൂ, പത്രം വായിക്കലും കഴിഞ്ഞാൽ മിത്രന്റെ കണ്ണ് വാങ്ങി താൻ വായിച്ചോളൂ, എന്നിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തോളൂ. അന്യന്റേതാവുമ്പോ ആവശ്യത്തിനെ ഉപയോഗിക്കുള്ളൂ. എന്ത്? അന്യന്റെ വസ്തു ആവുമ്പോ ആവശ്യത്തിനല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത വീട്ടിലെ മാല വാങ്ങി കഴുത്തിലിട്ട് കല്യാണത്തിന് പോയി എങ്ങനെ ഉണ്ടാവും? നമുക്ക് മാല ഇല്ലായി അല്ല, എന്നാലും ഒന്ന് കുടുങ്ങി കിടക്കാൻ. ഓ അല്ലാത്ത കിടക്കലാണ്, ശരിയല്ലേ? അതും കൂടി കഴുത്തിൽ ഇത് കഴുത്തിലിട്ട് കല്യാണത്തിന് പോയിട്ടേ ഉള്ളൂ. പോവാൻ പുറപ്പെട്ടില്ലേ, വാങ്ങി കൊണ്ടുവന്നപ്പോഴേക്കും അവിടുത്തെ അമ്മ വിളിച്ചു ചോദിച്ചു, ഇന്നും കുട്ടിയെ എന്റെ അമ്മ വന്നു. ഇല്ല, എന്റെ അമ്മ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മ പോയിട്ടില്ല. അപ്പോഴേക്കും വിളി തുടങ്ങി. പിന്നെ 5 മിനിറ്റിന് ഇന്നും കുട്ടിയെ എന്റെ അമ്മ. പിന്നെ ഇത് വിളിക്കുമ്പോഴേക്കും തന്നെ ഇന്നും കുട്ടിയെ വിളിക്കുമ്പോൾ അമ്മ പോയിട്ടില്ല. ഇതിങ്ങനെ മറുപടി പറയുകയോ വേണ്ടോ ചോദിച്ചാൽ? അങ്ങനെ സ്വൈരക്കേട്. കൊന്തും കുട്ടിക്ക് സ്വൈരല്ലേണ്ടേ? കൊന്തും കുട്ടി കല്യാണം വീട്ടിൽ അമ്മ എന്നിങ്ങോട്ട് വെക്കും. എന്താ അമ്മ ആലയും ഇങ്ങോട്ട് പോയി ഇവിടെ സ്വൈരല്ല എന്നും പറഞ്ഞു. അത് ഉണ്ണേ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞു. മതി, അത്രയൊക്കെ കാണിച്ചാൽ മതി. കൂരി വാങ്ങി കൊണ്ടുപോയി മറ്റേ അമ്മയ്ക്ക് കൊടുത്ത് സ്വൈരായി. അന്യന്റെ വസ്തു. അന്യന്റെ വസ്തു വച്ചാൽ പറഞ്ഞോളൂ, ആവശ്യം കഴിഞ്ഞാൽ വേഗം. ശരിയല്ലേ? എന്ത് ദുരുപയോഗം ചെയ്യില്ല. എന്ത് ചെയ്യില്ല? ആ ഉപയോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് തനിക്ക് അത് മതി. അപ്പൊ ശരി, ആയിക്കോട്ടെ, സമ്മതിച്ചു. പൂഷാവാണ് കേട്ടോ. ഒന്നൊരു അക്ഷരം പറഞ്ഞിട്ട് നേരെയാവില്ല, ചുണ്ട് നേരെ നിൽക്കണമല്ലോ. ഒക്കെ കൂടെ പൂഷാവിന് വായില് പല്ലൊന്നും ഇല്ലല്ലോ. പൂഷാവ് പറഞ്ഞു മുഴുവനും പോയി എന്നും. ഭഗവാൻ പറഞ്ഞു, പൂഷാവേ എല്ലാവർക്കും 32 എണ്ണം കൊടുത്ത സമയത്ത് നിനക്ക് ഞാൻ ഓണത്തിന്റെ ബോണസ് ഇറക്കാൻ 33 എണ്ണം തന്നതായിരുന്നു. നീ അത് എന്ത് ചെയ്തു? അന്തല്യായോണ്ട് നീ ഈ ജാതി കാണിച്ചില്ലേ? അതുകൊണ്ട് നിനക്ക് നീ സ്വന്തമായിട്ട് പല്ല് വേണ്ട, നീ ഇനി യജമാനന്റെ പല്ലുകൊണ്ട് ശർക്കര ഉപ്പേരിയൊക്കെ കഴിച്ചോളൂ. ശർക്കര വരട്ടിയില്ലേ? ഇവിടേക്ക് ശർക്കര വരട്ടി എന്നല്ലേ പറയുക? അങ്ങനെയല്ലേ പറയുന്നത്? അതെ, നമ്മുടെ നാട്ടിലേക്ക് ശർക്കര ഉപ്പേരി എന്നാ പറയുക. പറഞ്ഞവിടെ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടേ കടിച്ചാൽ പറ്റാത്തൊക്കെ അതുകൊണ്ട് കഴിയും. ഇത് കേട്ടപ്പോൾ ഈ പൂഷാവിന്റെ പല്ല്, ഈ പൂഷാവ് പല്ല് വാങ്ങി വെക്കുന്ന കാര്യമല്ലേ? അറപ്പ് മുഖത്തിങ്ങനെ അറപ്പ് തോന്നുന്നു വെച്ചാൽ ഒരു കിണ്ടി വെള്ളം കൂടി കയ്യിൽ കണക്കാക്കിക്കോളൂ. പല്ല് ഇങ്ങോട്ട് വാങ്ങുക, കഴുകിയിട്ട് വെച്ചോളൂ, പിന്നെ കഴുകിയിട്ട് അങ്ങോട്ട് കൊടുത്തോളൂ. അത് കേട്ടപ്പോ അറപ്പ്. അപ്പം ഭഗവാൻ പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്തോളൂ, താൻ ഇനി ജ്യൂസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ പല്ല് വേണ്ടല്ലോ എന്നും പറഞ്ഞു. ജ്യൂസ് എന്നൊരു വാക്ക് ഭാഗവതത്തിൽ ഇല്ല കേട്ടോ. അപ്പൊ വാക്ക് എന്താണെന്നറിയോ? പിഷ്ടഭുക്ക്. എന്താ വാക്ക്? പിഷ്ടഭുക്ക്. പിഷ്ടഭുക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പറഞ്ഞ് നേരം വിളിച്ചവനേക്കാൾ നല്ലത് എന്താണ്? കാര്യം പറഞ്ഞപ്പോ ജ്യൂസ് തന്നെ. പിഷ്ടം എന്നവനെ അരച്ചതാണേ. അതിന് ജ്യൂസ് വേറെ ബന്ധത് അതൊക്കെ കൂടെ അരച്ച് കലക്കിയതല്ലേ? അതന്നെ. അപ്പൊ അതാവുമ്പോ ദഹനക്കേടും ഉണ്ടാവില്ല. അങ്ങനെ ഇവരുടെയൊക്കെ കാര്യം. അപ്പോഴാണ് നമ്മുടെ ഈ ദക്ഷണ്ടല്ലോ, ദക്ഷനാണ് ഇവർക്ക് ഇപ്പൊ തലേമ്പിലുള്ളതാ പോയത്. താടിയും പല്ലും കണ്ണും ഒക്കെ തലേമ്പിലിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്സാ. ദക്ഷനാണെങ്കിൽ തലേന്നെ പോയി കേൾക്കണോ? അതുകൊണ്ട് മിണ്ടാനും പറയാനൊന്നും വയ്യേ. അന്ന് വക്കീലിനെ കിട്ടാൻ ആര് വന്നത്? ദക്ഷൻ വന്നത്. ബ്രഹ്മാവാണ് വക്കീല്. ബ്രഹ്മാവ് ദക്ഷനെ പിടിച്ച് ഉന്തി മുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. ദക്ഷനാണെങ്കിൽ എങ്ങനെ നിർത്തിയാലും
എങ്ങനെ നിർത്തിയാലും ഒന്നുകിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. എന്താ കാരണം? ഈ തലയില്ലെങ്കിലേ ദിക്ക് മനസ്സിലാവില്ല. എന്താണ്? തലയില്ലെങ്കില് ദിക്ക് മനസ്സിലാവില്ല. അപ്പൊ ദിക്ക് മനസ്സിലാവണില്ലെങ്കിൽ എന്ത് കൂട്ടണം? തലയില്ല. അത് കുറച്ച് കൂടി പോയില്ലേ? ശരിയല്ലേ പറയുന്നത്? നേരം പോക്ക് പറയുന്ന കൂട്ടരുതേ. പണ്ടൊരിക്കലേ, പണ്ടൊന്നല്ല, ഒരിക്കലും വായനയ്ക്ക് പോയി. അപ്പൊ വൈകുന്നേരം മാഹാത്മ്യം നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ സന്ധ്യോളായി കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് താമസിക്കുന്നത് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരി ഇരുട്ടൊക്കെ ആയി. ഇരുട്ടായി, നല്ലോണം ഇരുട്ടായി. വെളിച്ചൊക്കെ എല്ലാ ദിക്കിലും വിളക്കൊക്കെ കത്തിച്ചു തുടങ്ങി, ഈ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ നമ്മളെ അവിടുത്തെ ആ അമ്പലത്തിലെ അതിന്റെ ചുമതലയിലെ ആളെ തിരുമേനി വരൂ പറഞ്ഞ വഴി കൂടി അങ്ങോട്ട് കിടന്നു. അപ്പൊ അമ്പലം കിഴക്കോട്ടാന്നറിയാം, അമ്പലത്തിൽ നിന്നാണ് കിഴക്കോട്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ പോയിട്ട് അദ്ദേഹം ഇങ്ങോട്ടൊന്ന് തിരിയണം, അങ്ങോട്ടൊന്ന് ഒന്നും ഇങ്ങോട്ട് 3 തിരിയല് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിവരം പോയി. ഈ ഇരുട്ടത്ത് നിശ്ചയില്ലാത്ത നാട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവാത്ത, പിന്നെ അമ്പലം കാണാണ്ടേ, നാട് എവിടെയാ അമ്പലം എവിടെയാന്നൊന്നും കാണാണ്ടേ. അപ്പൊ 2 പറമ്പ് കഴിഞ്ഞപ്പോഴേ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ തിരിഞ്ഞപ്പം ദിക്കൊക്കെ കയ്യിൽ പോയി. അപ്പൊ ആ താമസിക്കുന്ന കുടുംബത്തെത്തി കുളി കഴിഞ്ഞു, സന്ധ്യാവന്തരം ജപിക്കാനായിട്ട് പടിഞ്ഞാട്ട് തിരിയാൻ നോക്കിയപ്പോ പടിഞ്ഞാറ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ആ കുടുംബത്തെ അച്ഛൻ എല്ലാവരും അമ്പലത്തിലെന്നാ തോന്നണേ. അവിടെ ആരും ചോദിക്കാനും വിവരമുള്ളവരാരുമില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ 10-20-22 വയസ്സിൽ ചെറുപ്പക്കാരൻ പയ്യൻ അതി അങ്ങോട്ട് പോയി ആ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണിയെ ഇവിടെ പടിഞ്ഞാറ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ ആ ഉണ്ണി പറഞ്ഞു, തിരുമേനി ഇന്നലെ ഇവിടെ ഇരുന്നു എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ 7 ദിവസം പോരുന്നവർ അതിനോടൊന്നും ചോദിച്ചിട്ടില്ല. കുട്ടികളുടെ വിവരാണേ. നേരം പോക്ക് പറയുന്ന കൂടെ ഒന്നും കൂടി ധരിച്ചോളൂ. പണ്ട് ഈ 10ാം ക്ലാസ്സിൽ എല്ലാറ്റിലും A+ കിട്ടിയ കുട്ടിയില്ലേ? എല്ലാറ്റിലും A+, അങ്ങനെ കേട്ടിട്ടില്ലേ? A+ കിട്ടുക പറഞ്ഞാൽ മഹാകേമാവുക. എല്ലാറ്റിലും മഹാകേമം കിട്ടിയ കുട്ടിയാ അമ്മട്ടിക്കനാണേ. അപ്പൊ അതിനെന്തെങ്കിലും സമ്മാനം നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സന്തോഷമല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പതിവില്ലേ? അപ്പൊ ഇതിനൊരു സാധനം, ചെറിയ സാധനം, പുസ്തകം കൊടുക്കാൻ നിരീക്ഷിച്ചു. വലിയ കേമൊന്നും അല്ലെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു? ഇതിനോട് അങ്ങടെ കൈ, ഉണ്ണിയെ ഇതൊക്കെ കയ്യ് നീട്ടു, ഇതങ്ങടെ എന്ത് വാങ്ങിക്കോളൂ എന്നും പറയും. അപ്പൊ ഇത് കയ്യെ ഇങ്ങടെ നീട്ടുക എന്ന് പറഞ്ഞപ്പം ഇതിങ്ങനെ കയ്യ് ഇങ്ങോട്ട്, വലത്തെ കയ്യേ ഇതിങ്ങനെ 2 കയ്യും നീട്ടണുണ്ടോ? ഏതാവ നിശല്യാണ്. വലത്തെ കയ്യേ ഒടുക്കാൻ പറഞ്ഞ ഊണഴിക്കണ കയ്യേ എന്നത് ആദ്യം പറഞ്ഞ പോരെ. അപ്പൊ ഈ വലത്തെ കൈക്ക് ആ കുട്ടി പഠിച്ച പേര് ഊണഴിക്കണ കയ്യേ എന്നാണ്. മറ്റേ കൈക്ക് എന്താണാവോ പഠിച്ചത്? മനസ്സിലാവില്ലേ പറയുന്നത്? അപ്പം 10ാം ക്ലാസ്സിൽ എല്ലാറ്റിലും A+ കിട്ടിയെന്ന് പറഞ്ഞാൽ പൊട്ടനാവില്ലല്ലോ, വിവരമില്ലാത്തതാവില്ലല്ലോ, കഥയില്ലാത്തതാ. നല്ല വിവരം ഉള്ളതുകൊണ്ടല്ലേ അതിന് ഇത്രയൊക്കെ കിട്ടിയിട്ട് അത് ഒന്നാമത് എത്തിയത്, വിചാരി മാർക്കൊക്കെ വാങ്ങിയിട്ട്, ശരിയല്ലേ ഇത്? പക്ഷെ നല്ല വിവരം എല്ലാറ്റിലും മിടുമിടുക്കായിട്ടുണ്ടെങ്കിലും ഇടത്തും വലത്തും എന്താന്ന് വെച്ചുള്ള വിവരം പറഞ്ഞോളൂ, അതില്ല. ഇടത്തേതാ വലത്തേതാന്നുള്ള വിവരം ഇല്ല. അപ്പൊ അതല്ലാത്ത സയൻസും കണക്കൊക്കെ നല്ലോണം നിശ്ചയം ഇരിക്കട്ടെ. ഒരിക്കലും എന്താണ്ടായി വെച്ചാലേ, അമ്പലത്തിലേ തൊഴാൻ 2 കുട്ടികൾ വന്നു. ഒരു കുട്ടിക്ക് ഒരു 10 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി, ഒരു വലിയ കുട്ടി. അതിന്റെ താഴെ ഒരു 7-8-9 വയസ്സുള്ളൊരു ഉണ്ണിയുണ്ട്. ഏട്ടനനിയനാണോ നിശ്ചല്യം അങ്ങനെ വന്നത്. അപ്പൊ ഞാൻ മൂത്ത കുട്ടി പറഞ്ഞു, തിരുമേനി ഇന്ന് എന്റെ പിറന്നാളാണ്, ഒരു പുഷ്പാഞ്ജലി കഴിക്കണേ. ഔവ് കഴിക്കാലോ. എന്താ കുട്ടിയുടെ പേരെ ചോദിച്ചു. എന്റെ പേര് ജിഷ്ണു എന്നാണ്. എന്താ നക്ഷത്രം? ഭരണി എന്നാണ്. നന്നായി, ആയിക്കോട്ടെ, പെടന്നോളൂ കേട്ടോ. പൂജ കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രസാദം പുഷ്പാഞ്ജലി തരാൻ പെടന്നോളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ശ്രീലകത്തിൽ കയറാൻ നോക്കുമ്പോൾ ആ മറ്റേ കൂടെ വന്ന ഉണ്ണി ഉണ്ടല്ലോ താഴെയുള്ളത്, തിരുമേനിക്കും വേണം അജാതി ഒന്നും പറഞ്ഞു. അതിന് പുഷ്പാഞ്ജലി എന്ന് പറയാനൊന്നും അറിയില്ല. ഈ ജാതി പറഞ്ഞ അർത്ഥം എന്താ? ഏട്ടൻ ചോദിച്ച ജാതി ഒന്നും എനിക്കും വേണമെന്ന്. അപ്പൊ ആയിക്കോട്ടെ, ഇവിടെ നോളോ. എന്താ കുട്ടന്റെ പേരെന്താ ചോദിച്ചു. വിഷ്ണു ആണെന്നും പറഞ്ഞു. എന്താ നക്ഷത്രം ചോദിച്ചു. കുപ്പി എന്നും പറഞ്ഞു. മറ്റേത് ഭരണിയാണ്, അടപ്പുള്ള പാത്രം. ഇതിപ്പോ തുറന്ന പാത്രം ഉണ്ടാ. ഒന്നിന് ഭരണിയിലും മറ്റേന് കുപ്പിയിലും ഓരോ പുഷ്പാഞ്ജലി. ഇരിക്കട്ടെ, ഇനി വേറെ സംഗതി പറയട്ടോ. ഒരിക്കലെ കോളേജിൽ പഠിപ്പിക്കുമ്പോഴേ, ഒരിക്കലെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ജ്യോതിഷം കുറച്ച് പഠിപ്പിക്കാനുണ്ട്. കുട്ടികൾക്ക് 10-60 കുട്ടികളുണ്ട്, വലിയ കോളേജാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ, ഈ കുട്ടികളെ ഇത് പഠിപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് BA ക്ലാസ്സിൽ അവസാന കൊല്ലാണേ. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞുള്ള 3ാം കൊല്ലക്കാരാണ്. അപ്പൊ അവരെ പഠിപ്പിക്കും. ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികളെ ഈ 27 നക്ഷത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലും കളക്കട്ടെ എന്ന് പറഞ്ഞു. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മേടം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇത്രയൊക്കെ വിവരം ഉണ്ടെന്ന് മനസ്സിലായില്ല. എന്താ കാരണം? നമ്മൾ ചോദിച്ചതിനേക്കാൾ വിവരം ഉണ്ട് അവർക്ക്. അതിന്റെ ശേഷം അപ്പൊ ക്ലാസ്സിലൊക്കെ പോയാൽ വേണ്ടത് പഠിപ്പിക്കാൻ വിടാണ്ട പോരെ. ഈ ഉരി കൊടുത്ത് പറ വാങ്ങുക. പണ്ടൊക്കെ നാഴിയായിരുന്നു, അപ്പൊ പറയിക്കത് മാറ്റി. ചെറുത് കൊടുത്ത് വലുത് വാങ്ങുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പരിഹാസം പറഞ്ഞു എന്ന് തോന്നരുത്. ചെറിയൊരു സംഗതി പറയും. നമ്മുടെ നാട്ടിൽ സയൻസും കണക്കും ഇംഗ്ലീഷും ഹിന്ദിയും സംസ്കൃതം വേദാന്തം സാഹിത്യം വലിയ കാര്യങ്ങളും റോക്കറ്റൊക്കെ നമ്മൾ നന്നായിട്ട് വിടും. പക്ഷെ കാപ്പി ഉണ്ടാക്കി കഴിക്കാൻ അറിയില്ല. മനസ്സിലായില്ല അല്ലേ? റോക്കറ്റൊക്കെ നമ്മൾ പോയിട്ട് നല്ലോണം വലിയ ബഹിരാകാശത്തേക്ക് വലിയ ശാസ്ത്ര കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്ത് ശല്യ?
അടുത്ത വലത്ത് നിശ്ചല്യം, തെക്കും വടക്ക് അറിയില്ല. ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കലണ്ടർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം നോക്കിയിട്ടോ ഏകാദശി എത്ര നാഴികയുണ്ട് ഇല്ലേ? ചാത്തം ഇന്നാണോ അല്ലെങ്കിൽ നാളെയാണോ ചാത്തം കൂട്ടേണ്ടത്? നക്ഷത്രം എത്ര കണ്ടുണ്ട്? സംക്രാന്തി ഇന്നാണോ അതോ നാളെ വെളിച്ചായിട്ടാണോ സംക്രാന്തി? വിഷു അതുകൊണ്ട് എന്നാ കണക്കാക്കേണ്ടത് ഇല്ലേ? അടുത്ത വീട്ടിലെ പെറ്റ കുട്ടയുടെ നക്ഷത്രം ഉത്രാടാണോ തിരുവോണാണോ? ഇല്ല, ഈ നിസ്സാര കാര്യങ്ങൾ ഒരു കലണ്ടർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം നോക്കിയിട്ടോ വകതിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ പ്രാപ്തിയുള്ള കുട്ടികൾ എത്രയുണ്ട്? കുട്ടികൾ പോട്ടെ, മുതിർന്നവരെത്രയുണ്ട്? ആരും ഉത്തരം പറയരുത് കേട്ടോ. ഇത് ഉത്തരം കിട്ടാനുള്ള ചോദ്യമല്ല. മുതിർന്നവരെത്രയുണ്ട്? വെറുതെ ഊണഴിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചോളൂ. ഊണഴിക്കുമ്പോൾ ചിന്തിക്കേണ്ട, അവനൊരു ഉരുള ഇറങ്ങില്ല. അപ്പോഴെങ്കിലും സ്വൈരായിട്ട് ഉണ്ണണ്ടേ ഇല്ലേ? ശരിയോ തെറ്റോ? ഈ നിസ്സാര കാര്യം ഈ നിസ്സാര കാര്യം ഏകാദശി എത്ര നാഴികയുണ്ട്, ചാത്ത എത്ര നാഴികയുണ്ട്, ഇന്നാണോ നക്ഷത്രം നാളെയാണോ ക്രിയ ചെയ്യേണ്ടത്, അതോ എത്ര മണിക്ക് ചെയ്യണം ഇല്ലേ? സംക്രാന്തി കഴിഞ്ഞോ കഴിഞ്ഞില്ലേ, അതിലെ വാവാണോ, അതിലെ ഗ്രഹണം കഴിയാറായോ, നാഴിക എത്രയുണ്ടാകുന്നൊന്നും നിസ്സാര കാര്യമാണ്. കണക്ക് കൂട്ടിയെടുക്കാനേ ഉള്ളൂ. നിസ്സാര അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വലിയ മനക്കണക്കൊണ്ട് ചെയ്യാനേ ഉള്ളൂ. അതുപോലും നമ്മുടെ ഇടയിൽ നിശ്ചല്യ. നമ്മൾക്ക് എല്ലാ ശാസ്ത്രങ്ങളും കണക്കും സയൻസും അറിയാം. സജ്ജനങ്ങളെ എല്ലാം പഠിച്ചോളൂ, കുട്ടികളെ എല്ലാ മഹിമയും പഠിപ്പിച്ചോളൂ. ഒരു തെറ്റുമില്ല. നല്ല വിഷയങ്ങൾ എന്തും പഠിപ്പിക്കാം. അതിൻ്റെ കൂടെ അവനവന്റെ അത്യാവശ്യമുള്ള സംഗതികളും കൂടി പഠിപ്പിച്ചിട്ടില്ലെങ്കിലേ നമ്മൾ പരിഹാസ്യരാവും. എന്താ പറഞ്ഞത്? നമ്മള് പരിഹാസ്യരാവും. ഒരു ദിക്കിൽ പോയാൽ വളരെ പരിഹാസ്യരാവും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിതൊക്കെ എങ്ങനെയാ പഠിച്ചത്? സ്കൂളിൽ നിന്ന് പഠിച്ചതാ? കോളേജിൽ നിന്നേ പഠിച്ചത്? അല്ല. നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, കുടുംബത്തിലുള്ള കാരണവന്മാര് പറഞ്ഞു തന്ന് നമ്മളതൊക്കെ പഠിച്ചും കേട്ടും ധരിച്ചു വന്ന് നമുക്ക് വിവരം ഉണ്ടായത്. എന്തേ നമുക്ക് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റാത്തത്? പറ്റുണ്ടോ? ഒന്നും അറിയില്ല. കുട്ടികളൊക്കെ അമ്പലത്തിൽ കയറി വന്ന തൊഴു എങ്ങനെയാന്ന് പോലും അറിയില്ല. തൊഴാൻ പോലും അറിയില്ലേ? എന്നിട്ട് നമ്മളതിങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനിങ്ങനെ അതിന് തൊഴാൻ അറിയില്ല. അതിങ്ങനെ ഈ കോഴികളൊക്കെ രാത്രി ഊരി വിട്ട മാതിരി ഇങ്ങനെ നടക്കുക വട്ടത്തില്. അപ്പൊ ചോദിച്ചിട്ട് എന്താ അതെങ്ങനെ? നിശ്ചല്യ തന്നെ. വലിയ അഭിമാനമായിട്ടാ പറയാം നിശ്ചല്യ. എന്ത് ശല്യ? ഒന്നും അറിയില്ല എന്ന്. വലിയ പരിഷ്കാരാണേ. ശരിയോ തെറ്റോ? ചോറുണ്ണാൻ അറിയാം, അതല്ലോണം അറിയാം. ശരിയോ തെറ്റോ? പറഞ്ഞ മനസ്സിലാവണില്ലേ? പരിഹാസ്യരാവണം. അതുകൊണ്ട് നമ്മുടെ വേണ്ടതൊക്കെ അവനവന്റെ അത്യാവശ്യം വേണ്ട പാഠങ്ങള് പഠിക്കുക. പഠിച്ചത് നമ്മുടെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് കുറേശ്ശെ പകർന്നു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനി ഇതൊന്നും കൊണ്ടു നടക്കാൻ ആരും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ പറയുന്നത്? മനസ്സിലാവണില്ലേ? ഈ സമ്പ്രദായങ്ങൾ കൊണ്ടു നടക്കാൻ ആരും ഉണ്ടാവില്ല. ഈ സമ്പ്രദായങ്ങൾ ഇല്ലാതെ കണ്ടായാൽ വിവരം വേറെ അറിയാം. പൊട്ടലും തെറിക്കലും ചെതറലും. മനസ്സിലാവുണ്ടോ? ഇരുന്ന് ചിന്തിച്ചോളൂ. അത്രേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ സന്ദർഭം കൊണ്ട് പറഞ്ഞു എന്നേ. നമ്മൾ ഈ ഭാഗവതമൊക്കെ പഠിക്കുന്നതേ ഇതിലത്തെ 2 വരി ചൊല്ലി പഠിച്ചിങ്ങനെ അതിനല്ല. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാ രൂപപ്പെടുത്തുക എന്ന് പഠിക്കണം. എന്താണ്? അല്ലാതെ ദക്ഷന്റെ ജീവിതം നന്നാക്കാൻ നമ്മളിവിടെ ഏകാദശിയും പ്രദോഷമൊന്നും നോക്കേണ്ട കാര്യമില്ല. പരമേശ്വര ഭഗവാന്റെ കാര്യം നേരെയാക്കാൻ നമ്മൾ പണിയെടുക്കൊന്നും വേണ്ട. അവനവന്റെ കാര്യം വല്ലതും നേരെയാക്കാൻ പറ്റുവെച്ചാൽ അത് നേരെയാക്കാനാണ് ഇതൊക്കെ പഠിക്കുന്നത്. ശരിയോ തെറ്റോ? ഇതിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം ഉൾക്കൊണ്ട് ധരിച്ചു വെക്കുക. അങ്ങനെ ദക്ഷനെ മുമ്പിലേക്ക് നിർത്തിയപ്പോ ബ്രഹ്മദേവൻ മുമ്പിലേക്ക് നിർത്തി കൊടുത്തു. അപ്പൊ ദക്ഷനച്ച തലയില്ലല്ലോ. ദക്ഷന്റെ അപ്പൊ ഭഗവാൻ അങ്ങനെ ചിന്തിച്ചു. പരമേശ്വര ഭഗവാൻ ചിന്തിച്ചിട്ട് ഒരു ആടിന്റെ തല കൊണ്ടുവന്നു. ആടിന്റെ തല കൊണ്ടുവന്നിട്ട് ദക്ഷന്റെ തലയിൽ അങ്ങോട്ട് പിടിപ്പിച്ച കുറച്ച് കഴിഞ്ഞപ്പോ എന്താ ഇപ്പൊ തല കുലുക്കി അതിന്റെ അർത്ഥം എന്താ? വേര് പിടിച്ചു തന്നെ. വേര് പിടിച്ചു. അങ്ങനെയല്ലേ നമ്മള് ചെടി നട്ടാ വേര് പിടിച്ചു എന്ന് എങ്ങനെയാ അറിയുക? പറിച്ചു നോക്കുക അല്ലേ? പണ്ട് എത്ര തല്ല് കിട്ടിയത് അതിനൊക്കെ. അതൊക്കെ ഓരോന്ന് നടും, ഓരോ തൈമരങ്ങൾ നടും. എന്നിട്ട് 2, 3, 4 ദിവസം കഴിഞ്ഞാൽ വേരുണ്ടായോ നമുക്ക് വല്ലാതെ ആകാൻ. നമ്മളിങ്ങനെ അമ്മ വേരുണ്ടായോ എന്ന് അറിയാനുള്ളൊരു കൗതുകേ. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അമ്മേ ഇതിന് 9 വേര് പട്ടക്ക. അതിന്റെ വേരും പോയി, നമ്മുടെ വേരും പോയി. ജാതി അങ്ങനെ കണ്ട് കുട്ടികളാവുമ്പോൾ ചെയ്തിട്ടില്ലേ? അതാണ്. അപ്പം വേരുണ്ടായോ എന്നറിയാൻ ചെടി പറിച്ച് നോക്കി ഒന്നും വേണ്ട. എന്തേ വേണ്ടു? ചെടിക്ക് തളിരായിട്ട് ചെറിയ നാമ്പ് തളിരുകൾ മുമ്പിലേക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ അതുപോലെ കിഴിപ്പിട്ട് വേരും ഉണ്ടായി എന്നല്ലേ നമ്മൾ കൂട്ടുക. ഇപ്പം തല കുലുക്കി, തല നേരെയായി. ഈ ദക്ഷൻ ആടിന്റെ തലയൊക്കെ നേരെയാക്കി വന്ന് ദക്ഷൻ വന്നു. ഭഗവാനെ ഒരൊറ്റ നമസ്കാരം. പരമേശ്വര ഭഗവാനെ കിട്ടും നമസ്കരിച്ച് കിട്ടും. എണീറ്റിട്ട് ഭഗവാനെ നോക്കിയിട്ട് മഹമഹമഹേ 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 എന്നൊരു ശബ്ദം. അപ്പം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ബ്രഹ്മദേവനോട് ചോദിച്ചു, ഇതെന്താ ഇതെന്ന്.
അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ഒന്നും തോന്നരുത്, നമശിവായയുടെ ആടുപതിപ്പാണ് എന്നും പറഞ്ഞു. എന്ത് പതിപ്പ്? നമശിവായയുടെ ആടുപതിപ്പാണോ, ഒന്നും തോന്നരുത്. അപ്പോഴാണ് ഭഗവാൻ അത്ഭുതയ്യേ, ഇവന് നല്ല തല കൊടുത്ത കാലത്ത് വൻ ചൊടലമാടാന്നാ വിളിച്ചത്. പാടിന്റെ തല വേണ്ടി വന്നു എന്ത് വിളിക്കാൻ? നമശിവായ എന്ന് വിളിക്കാൻ. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല കയ്യും കാലും തലയും ആയുസ്സും ആരോഗ്യം പ്രാപ്തിയും പ്രായവും കഴിവും കഥയുള്ള കാലത്ത് നമുക്ക് ഈശ്വര വിചാരം തോന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഈ തിരുവിതാംകൂർ ഭാഷയിൽ പറഞ്ഞാൽ കരിക്കും കൊള്ളില്ല ചാമ്പലിനും കൊള്ളില്ല എന്നായ ഇനി കുറേശ്ശെ തേവരാവാം. ആര്? മറ്റുള്ളവരൊക്കെ പോയി. ആര്? പണ്ട് കൊണ്ടുവരുന്നവരൊക്കെ പോയി. ഇനി കുറച്ച് തേവരും ഭഗവാനും ഒക്കെ ആവും. ശരിയോ തെറ്റോ? അങ്ങനെയല്ല വേണ്ടത്. നല്ല കഥയുള്ള കാലത്ത് ഉറപ്പിച്ചു വെക്കണം. ഏത്? ഭഗവാന്റെ കഥയാണെങ്കിൽ ഏതും നല്ല കാലത്ത് ഉറപ്പിച്ചതേ നമുക്ക് ഏത് കാലത്തും കയ്യിലുണ്ടാവുള്ളൂ. ഇപ്പൊ നോക്കൂ, നമുക്ക് പണ്ട കുട്ടിക്കാലത്ത് 5, 8, 10 വയസ്സുള്ള കാലത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ നല്ലോണം നിന്ന് ചെല്ലും തെറ്റാതെ. ഇന്നലെ കേട്ടതോ അത് ഒരു ബായലുണ്ട് കഴിയും. ശരിയോ തെറ്റോ? കുറ്റം പറഞ്ഞതല്ലേ. അന്ന് അത് നമ്മൾ ഉറപ്പിച്ചതാണേ. ഇത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഏത്? അന്നത്തെ മാതിരി ഉറക്കണില്ല. എന്താ കാരണം? പ്രായമൊക്കെ മാറിയില്ലേ, ആ വിദ്യ പോയി, ആ സമ്പ്രദായവും പോയി. അതുകൊണ്ടാണ് കുറ്റം പറഞ്ഞ് പരിഹസിച്ചതല്ല. എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചാൽ, ദക്ഷൻ നല്ലോണം തൊഴുതു നമസ്കരിച്ചു. ദക്ഷൻ ഇങ്ങനെ തൊഴുതു നമസ്കരിച്ചിരിക്കുന്ന സമയത്ത് ദക്ഷനോട് പറഞ്ഞു, ദക്ഷ ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ യജ്ഞത്തിന് ഭംഗം വന്നുല്ലോ, യജ്ഞഭംഗം തീർക്കാൻ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ഹോമിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രായശ്ചിത്തായിട്ട് 2 കപാലം എന്ന 2 പാത്രം പുരോടാശം ഹോമിച്ചു പ്രായശ്ചിത്തം ചെയ്തു. ഈ പ്രായശ്ചിത്തത്തിന്റെ മഹിമേല് ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി പ്രസാദിച്ച് പ്രത്യക്ഷമായി. ഭഗവാൻ ശ്രീഹരി പ്രസാദിച്ച് പ്രത്യക്ഷമായിട്ട് എന്തേണ്ടായിച്ചാൽ ദക്ഷനും കൂട്ടരും ഭഗവാനൊക്കെ മുമ്പിൽ നിൽക്കണില്ലേ, ആ നിൽക്കണ കൂട്ടത്തില് പറഞ്ഞു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പരമേശ്വരൻ കേൾക്കെ, ബ്രഹ്മാവ് കേൾക്കെ, ദക്ഷനും കേൾക്കെ ഭഗവാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ എന്തത്? അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണ. എന്താ പറഞ്ഞത്? അഹം ബ്രഹ്മാച സർവശ്ച, ഞാനും ഈ ബ്രഹ്മദേവനും ഈ ഭഗവാൻ ശ്രീപരമേശ്വരനും നോക്കൂ, ജഗതഃ കാരണം പരം, ഈ പ്രപഞ്ചത്തിന്റെ കാരണാണ്, കാരണങ്ങളാണ് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? കാരണം. ഏകവചനത്തിലാ പറഞ്ഞത്. ആള് 3 ഉണ്ട്. ഇനി 3 ഉണ്ടെങ്കിൽ കാരണങ്ങൾ എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. കാരണം 3 കൂടിയതാണ് പ്രപഞ്ചത്തിന്റെ കാരണം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നോക്കൂ, തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി ഭേദേന അജ്ഞോനുപശ്യതി. എന്നുവെച്ചെന്താർത്ഥം? തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ, ആ രണ്ടില്ലാത്തതായ ഏകമായ ഈശ്വര സ്വരൂപത്തില് ബ്രഹ്മാവ് വേറെ, ഭഗവാൻ ശ്രീപരമേശ്വരൻ വേറെ, ഈ കണ്ടതായ ജീവസ്വരൂപങ്ങൾ വേറെ എന്ന് തോന്നണത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? അത് അജ്ഞാനികളുടെ തോന്നലാണ്. വിജ്ഞാനികൾക്ക് അത് തോന്നില്ല. അതിനെന്ത് വേണം? ത്രയാണാം ഏകഭാവാനാം യോ ന പശ്യതി വൈഭിദാം. ഈ പറഞ്ഞതായ ഈ 3 തത്വം ഒന്നാണ് എന്നാര് മനസ്സിലാക്കണോ? സർവഭൂതാത്മനാം ബ്രഹ്മൻ സശാന്തിം അധിഗച്ഛതി. അങ്ങനെ ഈ തത്വം, ഏകതത്വം മനസ്സിലാക്കിയ കൂട്ടര് ശാന്തിയെ പ്രാപിക്കണോന്നും പറഞ്ഞു. നോക്കൂ, എന്തപ്പ പറഞ്ഞത്? ഏകമായ തത്വമാണ് പലതായിട്ട് പ്രകാശിക്കുന്നത്. അതിൽ ഭിന്നബുദ്ധി കാണിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ഇതന്നെയല്ലേ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞത്? ഈ മൂന്ന് പേരുടെയും തത്വം ഒന്നാണ് അത്രി മഹർഷിയുടെ മുമ്പിൽ പറഞ്ഞു. ഈ ഒരേ കാര്യം എന്തിനാ പലതവണ പറയണത്? ഒരേ കാര്യമല്ലേ 2 തവണ പറഞ്ഞത്? എന്തിനാന്ന് വെച്ചിട്ടോ, ആദ്യം പറയണത് നമുക്ക് അറിയാനും, രണ്ടാമത് പറയണത് ഉറപ്പിക്കാൻ. സിദ്ധേ സത്യുപദേശവും നിയമായ. ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് വീണ്ടും പറയുന്നത് ഉറപ്പിക്കാനാണ്. കല്യാണം ക്ഷണിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ക്ഷണിക്കുക? കുട്ടികളുടെ കല്യാണം, അതേ കുട്ടറെ കല്യാണമാണ് 18-ാം തീയതി, എല്ലാവരും വരണം കേട്ടോ. ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെല്ലാം നുണയും പറയും. പല ജാതി അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒടുക്കം അതിനിടയ്ക്ക് അവൻ മറക്കണ്ട 18-ാം തീയതി, ഇല്ല ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ എന്ത് പറയും? എന്നാ ശരി ഞാൻ പോണു, അപ്പൊ 18-ാം തീയതി മറക്കണ്ട. അപ്പൊ ഇതൊരിക്കൽ പറഞ്ഞതല്ലേ ഇയാൾ വന്നപ്പം പിന്നെ ഇതിനീ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 18-ാം തീയതി ഇങ്ങനെ പറയുന്നത്. ആദ്യം പറഞ്ഞത് നമ്മൾ അറിയാനും, പിന്നെ പറയുന്നത് ഓർമ്മിച്ചുറപ്പിക്കാനും. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെ അധികം പറയണ്ട, അവനെ ഒരു വരാണ്ടേ വെറുപ്പിച്ചിട്ടേ. ശരി, ഇതൊക്കെ ഇതൊന്നും നമ്മൾ അറിഞ്ഞും കൊണ്ട് ചെയ്യണതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലേ? ഇതാണ് കഥ. അപ്പൊ അതുകൊണ്ടാണ് സിദ്ധേ സത്യുപദേശവും നിയമായ. ഒരിക്കൽ പറഞ്ഞത് മനസ്സിലാക്കാൻ, രണ്ടാമത് പറഞ്ഞത് ഉറപ്പിക്കാൻ. ഇത്ര കേട്ടാലും പറഞ്ഞാലും
പിന്നെയും സംശയം ഉണ്ടാവുന്ന ഒരു വലിയ വിഷയമാണതേ. അതാണത് വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. ഏകതത്വത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ സതീദേവിയെ എന്താ അയച്ചാൽ ദേഹോപേക്ഷിച്ചില്ലേ, ആ ദേഹോപേക്ഷിച്ച സതീദേവി എന്തേ ചെയ്തു എന്നാണെങ്കിൽ പിന്നീട് അടുത്ത സമ്പ്രദായത്തില് ഭഗവാന്റെ പർവ്വതരാജാവായ ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതി എന്ന പേരിൽ വന്ന് അവതരിച്ചു. സതീദേവി പാർവതിയായിട്ട് വന്നു. ഈ പാർവതീദേവിയാണ് പിന്നീട് തപസ് ചെയ്തിട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രാപിച്ചു. അതാണ് പാർവതീ പരമേശ്വരന്മാര് എന്ന് പറയും. ഇപ്പൊ പിടികിട്ടിയില്ലേ? അതാണ് കഥ. ഇപ്പൊ ഇവിടെ ചെറിയൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദക്ഷന്റെ തല പോയപ്പോ അവിടെ കഴുത്തിൽ ആടിന്റെ തല കൊണ്ടുപോയി വെച്ചു. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം? ആടിന്റെ തലയൊക്കെ മനുഷ്യന്റെ കഴുത്തിൽ കൊണ്ടുപോയി വെച്ചാൽ നേരെയാവൂ? ചിലർക്കൊക്കെ നേരെയാവുന്നൊക്കെ ഉണ്ട്. നേരെയാവോ? ആടിന്റെ തല കൊണ്ടുപോയിട്ട് മനുഷ്യന്റെ കഴുത്തിൽ വെച്ചാൽ അത് നേരെയാവില്ല. അത് കഥ തന്നെയാണ്. ആ പറഞ്ഞതിന്റെ ആശയം എന്താ? പോത്തിന്റെ തല വെച്ചു എന്നോ കടുവയുടെ തല പൂച്ചറെ നായയുടെ ഒന്നും വെച്ചു എന്ന് പറഞ്ഞില്ല. എന്തിന്റെ വെച്ച? ആടിന്റെയാ വെച്ചത്. ആടിച്ചെന്താ? ആടുണ്ടല്ലേ പാവം സാധു. ആടൊരു സാധു ജന്തുവാണല്ലോ. ആടൊരു പാവപ്പെട്ട ജന്തു. അപ്പൊ ഈ ആടിന്റെ തല കൊണ്ടുപോയി കഴുത്തിന്റെ മുകളിൽ പിടിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ ഇവന്റെ തല മറ്റേ ജാതി തലയായിരുന്നോ? ഇതല്ല. നമ്മുടെ നാട്ടിലെ അഹമ്മദി കൂടിയവരെ നമ്മൾ എന്താ പറയുക? നമ്മുടെ നാട്ടിലെ ഭാഷയിൽ വലിയൊരു പറഞ്ഞോളൂ, എന്ത് കനം? മുട്ടുകാലിന്റെ കനം. അതൊക്കെ ഉണ്ടാവും. അത് വലിയ കുഴപ്പമില്ല, നാടിന് കുഴപ്പമില്ല. അതുകൊണ്ട് അവനവനെ ഉള്ളത് വരും മുട്ടുകാലിന്റെ കനം കൊണ്ട് അല്ലേ. എന്താ പറയുക നമ്മള്? തലക്കനം എന്നാ പറയുക. തലയൊക്കെ എല്ലാവരുടെയും ഏതാണ്ട് ഒരേ കനാവൂ, തുലാസിലിട്ട് തൂക്കി നോക്കിയാലും. പക്ഷെ ആ തലക്കനം എന്ന് പറഞ്ഞ ആശയം എന്താ? വാക്കിന്റെ അർത്ഥം പോട്ടെ, എന്താ ആശയം? അഹന്ത നല്ല അർത്ഥം, ശരിയല്ലേ ഇത്? അപ്പൊ ആ കനം തലക്കനം കൂടിയ തലയായിരുന്നു എന്റെ തല, ദക്ഷന്റെ തല. അതാണ് ഇപ്പൊ പോയി ഏത് കനം കുറഞ്ഞ തല വെച്ചത്. ഏതാ കനം കുറഞ്ഞ? ആടിന് എന്താ അഹന്തയുള്ളത്? അഹന്ത വല്ലതും ഉണ്ടോ? അതായത് അഹന്തയുടെ തലക്കനം പോയി വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും നന്മ കയറി വരുമ്പോഴേ ഈശ്വരീയത ഹൃദയത്തിലേക്ക് വരുള്ളൂ. അപ്പോഴാണല്ലോ നമഃശിവായ എന്ന് തോന്നിയത്. അതുവരെ ഭഗവാനെ തെറി വിളിക്കല്ലേ ചെയ്തത്. അതുകൊണ്ട് വിനയവും ലാളിത്യം ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. എന്നാലേ ഈ ജാതി അന്തല്യായിക്ക് പുറപ്പെടുള്ളൂ. നോക്കൂ, ദക്ഷിണ എവിടുന്നാ പോകുന്നത്? തന്നെ ബഹുമാനിച്ചില്ല എന്നും പറഞ്ഞ് തുടങ്ങിയ ദുരിത അത്. നോക്കൂ, നമ്മളെ ബഹുമാനിച്ചില്ല. നമ്മൾ ഈ ബഹുമാനൊക്കെ ചോദിച്ചു വാങ്ങേണ്ടതാണോ? ഇങ്ങോട്ട് ബഹുമാനിച്ചോളൂ ഇല്ല ചെക്ക് അങ്ങോട്ട് ദേഷ്യം വരേ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിച്ച ആളുകൾ ചിലപ്പോൾ ചെയ്യാമോ? ഇഷ്ടം അങ്ങനെ ബഹുമാനിക്കണേ വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. നമുക്ക് അതിനൊരർത്ഥമുണ്ട്, ശരിയല്ലേ? ഇത് ഉള്ളിൽ നിന്ന് തോന്നാം അദ്ദേഹം ബഹുമാന്യനാണ്, ശരി, നമസ്കരിക്കണം, അതല്ലേ ശരിയായിട്ട് വേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം? ആരെയും ഞാൻ വലിയ ബഹുമാന്യനാണ് മട്ടിലിരുന്നാണ് പോടോ, അത്തരക്കാരെ നമ്മൾ കണക്കാക്കുവോ? ഇല്ല. വിനയവും ലാളിത്യം ഭാവവും നമ്മൾ മഹിമയിട്ട കൂട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും ചെയ്യും. ശരിയോ തെറ്റോ? ദക്ഷണ വിനയം ലാളിത്യം മഹിമ ഉണ്ടായില്ല, അഹന്ത ഉണ്ടായില്ല, അതിൽ അധികാരം ഉണ്ടായി. ഇതൊക്കെ ആരുടെ കഥയാണ്? ദക്ഷന്റെയാ? ആരുടെയാ? അതന്നെ, അത് മനസ്സിലായ കഥ നേരെ. ഇതൊക്കെ ലോകത്തിന്റെ കഥയാണ്. ഇതൊക്കെ തന്നെയല്ലേ ലോകത്തിലെ ദുരിതം ഉണ്ടാവണത്. ഇങ്ങനെയുള്ള ദക്ഷന്മാർക്കല്ലേ തല പോണത്. തല പോകുവശാൽ കഷ്ടത്തിലാവണത്. ആലോചിക്കൂ, ഒരെല്ലാം നിശ്ചയ. അതുകൊണ്ട് ദക്ഷന്റെ സമ്പ്രദായം അപ്പൊ പറഞ്ഞു. അങ്ങേക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ പുത്രന്മാരുടെ ഒക്കെ കഥ വിസ്തരിച്ച് പറഞ്ഞു തന്നു. പുത്രിമാരുടെ ഒക്കെ കഥ പറഞ്ഞു. പുത്രിമാരാരുണ്ടായി? 4 പേരുണ്ടായി, 3 പേരുണ്ടായില്ലേ? ആകൂതി, പ്രസൂതി, ദേവഹൂതി, സ്വയംഭൂ മനുവിന്റെ പുത്രന്മാര് 2 പേരാ. ശരിക്കും വാസ്തവത്തിൽ ഈ പുത്രന്മാര് രണ്ടെണ്ണല്ല. അതിന്റെ കഥ ഞങ്ങളുടെ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞില്ല. പുത്രിമാര് 3 എണ്ണത്തിന്റെ കഥ ആദ്യം പറഞ്ഞു. അതില്ലെങ്കിൽ ഈ സ്ത്രീകൾക്കാണ് മുൻഗണന. എല്ലാ ദിക്കിലും നമ്മുടെ നാട്ടിലൊക്കെ തന്നെയല്ലേ? സ്ത്രീകൾക്കല്ലേ മുൻഗണന? സ്ത്രീകൾ പറയില്ല. എന്നാലും ബസ്സിന്റെ അന്തസ്സുള്ള വാതിലേതാ? ബസ്സിൽ 2 വാതിൽ ഉണ്ടാവില്ലേ? അതിൽ അന്തസ്സുള്ള വാതിലേതാ? മുമ്പിലത്തെ വാതിൽ. ആ വാതിക്ക് കൂടി ആരാ കയറുക? പെണ്ണുങ്ങളോ ആണുങ്ങളോ? പോയി ഒരാട്ടാണ് ആര്? ആ ബസ്സിലിരിക്കണം. അത് കണ്ടാ പിന്നെ നമുക്ക് എന്നിട്ട് എപ്പോഴെങ്കിലും അബദ്ധത്തിൽ നമ്മൾ ഓടിപ്പാഞ്ഞ് അങ്ങടെ എത്തിയില്ല, മുമ്പിലേക്ക് അങ്ങടെ എന്താണ് ഈ പെണ്ണുങ്ങളുടെ പിന്നൊക്കെ പോടോ ഓടി കയറണം. അവിടെ കേട്ടാ പിന്നെ നമുക്ക് ബസ്സിക്കല്ല കയറാം, കുടുംബത്തന്നെ കയറാൻ തോന്നില്ല. എന്താ കാരണം? ജാതി നാണക്കേടായിട്ടേ ഇതല്ലേ അപമാനിക്കണത്. ഇങ്ങനെയൊക്കെ ശരിയോ തെറ്റോ? എന്നിട്ട് മുമ്പിലത്തെ അന്തസ്സുള്ള വാതിക്ക് കൂടി പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറിയാൽ ആദ്യത്തെ സീറ്റിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്? സ്ത്രീകൾ, നാടൻ സ്ത്രീകൾ. നാടൻ സ്ത്രീകൾ സാധാരണ സ്ത്രീകൾ, കുഴപ്പമൊന്നുമില്ലാത്ത സ്ത്രീകൾ. പിന്നെ അതിന് തൊട്ട് പിന്നാക്കം എഴുതിയിട്ടുണ്ടാവും എന്ത്? വൃദ്ധരായ സ്ത്രീകൾ, വല്യമ്മമാരൊക്കെ. എന്താ പിന്നെ അതിന്റെ പിന്നാക്കം 3 കസേര ഉണ്ട്. അതിന്റെ മുമ്പിൽ എഴുതിയേക്കണോ? പിന്നിലെന്താ എഴുതിയത്? വയ്യായുള്ള സ്ത്രീകൾ, കയ്യകാലം വിഷമമുള്ളവരുണ്ടാവില്ല അവര്.
എന്തല്ലേ കഥ. എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് 2 കസേര ഉണ്ട്. അതിന്റെ മുകളിൽ എഴുതിയിരിക്കണോ അമ്മയും കുഞ്ഞും. അമ്പമ്പോ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത് 2 കസേര ഉണ്ട്. അതിൽ എഴുതിയിരിക്കണോ അമ്മായിയമ്മയും മരുമകളും. ഇല്ലെന്നോ? വേണ്ടതാണ് എന്നൊരു അഭിപ്രായം നമ്മൾക്കുണ്ട്. കാരണം കുടുംബത്തെ എന്തായാലും ഇത് 2 കൂടി ഒന്നിച്ചിരിക്കില്ല. ഇപ്പൊ ബസ്സിലെങ്കിലും ഒന്ന് ഇരുന്ന് എന്നൊരു പരിചയമാവട്ടെ. എന്താ അവന് കുടുംബത്ത് പോയ കുറേശ്ശെ തൊട്ടാലും മിണ്ടിയാലൊന്നും വിഷമം ഉണ്ടാവില്ല. എന്തല്ലേ ആണുങ്ങൾക്കാച്ച എവിടെയെങ്കിലും പിന്നാക്ക എവിടെയെങ്കിലും ഇത് വല്ല കാരണവന്മാരും ഇങ്ങനെ നിന്നും ഒരിക്കലും കാലിൽ നിന്നും വയ്യാത്ത കാരണവന്മാരെ കമ്പീമ തൂങ്ങി ഇങ്ങനെ പട്ടം പറക്കും പോലെ പറക്കുണ്ടാവും, ഇരിക്കാൻ പഴുതില്ലാണ്ട്. എന്നാൽ ഇവിടെ ഏതെങ്കിലും കസേരയിൽ ഇരുന്നാൽ അതോടെ അദ്ദേഹത്തിന് തോന്നും ഇനി വല്ല കുളത്തിൽ ചാടിച്ചാവുക നല്ലത്. എന്താ കാരണം? ശരിയോ തെറ്റോ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീകൾക്കൊരു ബഹുമാന്യത പണ്ടും ഉണ്ട് കേട്ടോ. അത് പുതിയ പരിഷ്കാരാണെന്നൊക്കെ നമുക്ക് തോന്നുന്നേ ഉള്ളൂ. പഴയ ആ ഒരു സമ്പ്രദായത്തെ പൊടി തട്ടി കുറച്ചും കൂടി മാറ്റം വരുത്തിയൊക്കെ നമ്മൾ ഇന്നും പ്രയോഗിക്കാം. സ്ത്രീകൾക്കൊക്കെ അന്ന് ഇപ്പോഴും ഈ വാൽമീകി രാമായണത്തിലെ മഹാരാജാവിന്റെ യജ്ഞശാലയിലെ സ്ത്രീകൾക്ക് വേറെ വരി, വൃദ്ധന്മാര് വയസ്സായവർക്ക് കൂട്ടുവരയില്ലേ പ്രത്യേകം വരി, കുട്ടികൾക്കും വയ്യായുള്ളവർക്കും വേറെ വരി, അങ്ങനെയൊക്കെ പറയാം. അന്നുണ്ടത് സംവിധാനം. എന്ന് വാൽമീകി രാമായണം ഏത് കാലത്തുണ്ടായതല്ലേ? അപ്പൊ അന്ന് എന്താ ഈ ബഹുമാനിക്കേണ്ടവരെയൊക്കെ ആരെയൊക്കെയാണെന്ന് കണക്കാക്കി ബഹുമാനിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടിയ വെളിച്ചത്തിന്റെ അംശമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്, പരിഷ്കരിച്ച് പുതിയ സമ്പ്രദായമാക്കി ബസ്സിലേക്ക് ആക്കി. എന്നുള്ള അന്ന് ബസ്സില്ലാത്തോണ്ട് ശരിയല്ലേ? അത് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പറഞ്ഞു വന്നപ്പോ അങ്ങനെ നേരെ പോക്കിന് പറഞ്ഞു വെച്ചാലും ചിന്തിച്ചോളൂ. പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികളുടെ കഥ 3 ആളുടെ ആദ്യം ഇങ്ങോട്ട്